السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين يا ليت بيني وبينك بعد المشرقين فبئس القرين ولن ينفعكم اليوم إذ ظلمتم أنكم في العذاب مشتركون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ ബന്ധരായ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജി അവറുകൾ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി, മറ്റു സുന്നി സെന്ററിന്റെയും ഇസ്ലാമിക് സെന്ററിന്റെയും ഒക്കെ പ്രവർത്തകരും ഗുണകാംക്ഷകളുമൊക്കെയായ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് മലയാളി സമാജത്തിൽ ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുപാട് അത്യധ്വാനം ചെയ്ത നമ്മുടെ പ്രവർത്തകരുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആത്മാക്കളുടെ ലോകത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നമ്മൾ ഇപ്പോ 6 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് 7ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ആലമുൽ ബർസഖ്, നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള ഒരു ലോകം, ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പരിശുദ്ധ ഇസ്ലാമാണ്. മറ്റു മതങ്ങൾക്കൊക്കെ ചില വിശ്വാസങ്ങളുണ്ട് എന്നല്ലാതെ ഇത്ര ഗഹനമായ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ചർച്ച ചെയ്തിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാം, അല്ലാഹുവിന്റെ ശരീഅത്താണ്. നമ്മൾ സൂചിപ്പിച്ച പോലെ ഇത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ ബുദ്ധിയെ നമ്മൾ ഇടപെടുത്തുന്നില്ല. നമ്മുടെ റീസണിങ്, നമ്മുടെ റാഷണൽ തിങ്കിങ്, ഇതൊന്നും ഈ വിഷയത്തിൽ ബാധകമല്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൂടാ. കാരണം ആലമുൽ ബർസഖ് നമുക്ക് തുറന്നു നോക്കി കാണാൻ പറ്റുന്ന ലോകമല്ല. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമല്ല. അത് വിശുദ്ധ ഖുർആനും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എങ്ങനെയാണോ വിവരിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അതിന്റെ വിശദീകരണങ്ങൾ ഓരോന്നോരോന്നായി പല ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്. മരണപ്പെടുന്ന ആളിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യനും ഒരു കാഫിറായ മനുഷ്യനും അനുഭവിക്കുന്ന മരണത്തിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? റൂഹിന് എന്താണ് സംഭവിക്കുന്നത്? റൂഹ് എങ്ങോട്ടാണ് പലായനം ചെയ്യുന്നത്? റൂഹിന് മരണശേഷം ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടാൻ കഴിയുമോ? അർവാഹകൾ ആത്മാക്കളുടെ ലോകത്ത് പരസ്പരം പരിചയപ്പെടുമോ? ജീവിച്ചിരിപ്പുള്ള ആളുകൾക്ക് മരിച്ചുപോയ ആളുകളുടെ അർവാഹകളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുമോ ഇല്ലയോ? ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന നന്മയും ലഭിക്കാൻ പോകുന്ന ശിക്ഷയും കാലേ കൂട്ടി മനസ്സിലാക്കിയ ചില ആളുകളുടെ അനുഭവങ്ങളെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഈ ചർച്ചകൾ ആഖിറത്തിന്റെ ഹിസാബിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഖബറിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത്? ഖബർ ജീവിതം അവസാനിപ്പിച്ച് ആലമുൽ ആഖിറത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്? അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആ ലോകത്തെ പ്രയാസങ്ങൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അകറ്റി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു കണ്ണെത്താൻ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് ലോകാവസാനം വരെ കാത്തിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ മാത അലാ മർതബത്തിൻ മിനൽ മറാതിബി ബുഇസ അലൈഹാ യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നാളെ അല്ലാഹു പുനർജന്മം നൽകുന്നത്. പുനർജന്മത്തെ സംബന്ധിച്ച് ഖുർആനിൽ ബഅസ് വന്നുശൂർ എന്നാണ് പറയുക. അൽ ബഅസ് വന്നുശൂർ, മരണത്തിന് ശേഷം അല്ലാഹു നൽകുന്ന ഒരു പുനർജീവിതം, അടുത്ത ഒരു ജീവിതം. നമ്മുടെ ചർച്ച ആ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ലോകമല്ലാതായി തീരുകയും ഈ ലോകത്തിന്റെ രൂപവും ഭാവവും അല്ലാഹു മാറ്റിമറിക്കുകയും ആകാശങ്ങളും ഭൂമിയും എല്ലാം ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്ന് മാറി മറ്റേതോ ഒരു രൂപത്തിലേക്ക് അല്ലാഹു മാറ്റുകയും ചെയ്തതിന്റെ ശേഷമാണ് സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് ഊതുന്നത്. അപ്പോഴാണ് പുനർജന്മം, ബഅസ് അല്ലെങ്കിൽ നുശൂർ സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒന്നാമത്തെ ഊത്തിലൂടെ അല്ലാഹു തആല ഈ ലോകത്തെ നശിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ട്. നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ 6 ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഖിയാമത്ത് നാളിലുള്ള വിശ്വാസമാണ്. ഈ ലോകത്തിൽ അല്ലാഹു അന്ത്യം വരുത്താൻ പോകുന്നുണ്ട്. അതിന്റെ ഒരുപാട് അടയാളങ്ങളും വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളെ സംഭവിക്കുന്നത് വരെ മരിച്ചുപോയ മുഴുവൻ ആളുകളും ഖബറിൽ കാത്തിരിക്കുകയാണ്. അമ്പിയാക്കന്മാർ മുഴുവനും കാത്തിരിപ്പിലാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചോ? ആത്മാക്കൾ സ്വർഗത്തിലാണ്. മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ ചെയ്ത ആളുകളുടെ ആത്മാക്കൾ സിജ്ജീനിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ശരീരത്തിന് ഖബറിൽ ആനന്ദമുണ്ട്, ഖബറിൽ തിന്മ ചെയ്ത ആളുകൾക്ക് ശിക്ഷയുമുണ്ട്. ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള പ്രവേശനം സംഭവിക്കുന്നത് ലോകം അവസാനിച്ചതിന്റെ ശേഷമാണ്. അതുവരെ ഖബറിൽ കാത്തിരിക്കണം. ആ കാത്തിരിപ്പ് മുഅ്മിനായ മനുഷ്യന്റെ വളരെ എളുപ്പത്തിൽ അല്ലാഹു ആക്കി കൊടുക്കും. മാ ബൈന സ്വലാത്തയിൽ അസ്ർ വൽ മഗ്രിബ്, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയത്തിന് അത്രയും ചുരുക്കമായി മുഅ്മിനിന് അനുഭവപ്പെടുമെന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര മടുപ്പിക്കുന്ന ഭീതിജനകമായ കാത്തിരിപ്പായിരിക്കും. അല്ലാഹു തആല അത് പെട്ടെന്ന് കടന്നു കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങോട്ടുള്ള എഴുന്നേൽപ്പാണ് നുശൂർ. എങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്? ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ, ഏതവസ്ഥയിലാണോ മരണപ്പെടുന്നത്, ബുഇസ
അന്ത്യനാളിൽ അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് ആ രീതിയിലാണ്. ഒരു ഉദാഹരണം പറയാം. തൂങ്ങി മരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഹദീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. ഒരു മുസ്ലിമും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തതാണ്. ജീവൻ നൽകിയത് അല്ലാഹുവാണ്, അത് എടുക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? അല്ലാഹു ജല്ല ജലാലുവിന് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൽ മെഴ്സി കില്ലിംഗ് പോലും ഇല്ലല്ലോ. നമുക്കത് ചെയ്യാൻ പാടില്ലെന്നാണ്. മെഴ്സി കില്ലിംഗ് ചെയ്യാൻ പാടില്ലെന്ന് അള്ളാഹുവിനാണ് ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞ വേദന കൊണ്ട് വിഷമിക്കുന്ന ഒരു രോഗിക്ക് മരിച്ചു കിട്ടിയെങ്കിലെന്ന് കരുതി മരണത്തെ കാത്തിരിക്കുന്ന രോഗിക്ക് മരണപ്പെടാനുള്ള അവസ്ഥയിലേക്ക് രോഗിയെ മാറ്റുന്ന മെഴ്സി കില്ലിംഗ്, കാരുണ്യത്തിന്റെ വധം, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. മരിക്കാൻ ഗുളിക കൊടുക്കാം, മരിക്കാൻ ഇൻജക്ഷൻ ചെയ്യാൻ പാടില്ല. മരണം അള്ളാഹുവിന്റെ കയ്യിലാണ്. ജീവനവും മരണവും അള്ളാഹുവിന്റെ തീരുമാനത്തിലാണ്. നമുക്കതിൽ ഇടപെടാൻ പാടുള്ളതല്ല. എങ്ങനെയാണോ മരിക്കുന്നത്, ഒരു തൂങ്ങി മരിക്കുന്ന ഒരാൾ എങ്ങനെ തൂങ്ങി മരിച്ചുവോ ആ അവസ്ഥയിൽ നരകത്തിൽ അനന്തമായ കാലത്തോളം അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉന്നതമായ ഉയർന്ന ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടാൻ ഒരാൾ ചെയ്തതെങ്കിൽ നരകത്തിൽ തീയിന്റെ മലകളിൽ നിന്ന് അവൻ ചാടി അതുപോലെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണോ മരിച്ചത് അതുപോലെ നരകത്തിൽ അവൻ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥങ്ങൾ നോക്കിയാൽ ഒരാൾ നരകത്തിലാണെന്ന് തോന്നിപ്പോകും തൂങ്ങി മരിച്ചാൽ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്താൽ. അങ്ങനെ അല്ലെന്നാണ് ഉലമാഇന്റെ അഭിപ്രായം. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് അയാൾ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇസ്ലാമിന് പുറത്തു പോകുന്ന അവസ്ഥ വരുന്നില്ല. അയാൾ മുസ്ലിം തന്നെയാണ്. മരിച്ചാലും അയാൾ ആൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി ബഹിഷ്കരിക്കണം, കഫൻ ചെയ്യണം, മുസ്ലിമിയുടെ ഖബർസ്ഥാനിലാണ് മറവ് ചെയ്യേണ്ടത്. പക്ഷെ ഹദീസ് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അങ്ങനെ അല്ലെന്ന് തോന്നിപ്പോകും. പക്ഷേ അതിന് ഉലമാഅാണ് വ്യാഖ്യാനം കൊടുക്കേണ്ടത്. നമ്മൾ പലവരും പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ വ്യാഖ്യാനിക്കുക. പ്രത്യക്ഷമായ അർത്ഥം നമുക്ക് തോന്നുന്നതല്ല. ഒരുപക്ഷെ ആ ഹദീസിന്റെ ഹുക്മ് പണ്ഡിതന്മാർ പറഞ്ഞു സൂയിസൈഡ് ചെയ്ത ഒരു മനുഷ്യൻ എന്താവില്ല, ഇസ്ലാമിന് പുറത്തു പോകുന്ന പ്രശ്നമല്ല അത്. പക്ഷേ അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ നരകത്തിൽ വരെ ശിക്ഷിക്കപ്പെടാവുന്ന ഗുരുതരമായ തെറ്റാണെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് അന്ത്യനാളിലേക്ക് ഖിയാമത്ത് നാളിൽ പുനർജന്മം നൽകപ്പെടുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കർമ്മം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ. കർമ്മങ്ങൾ അല്ലാഹു തആല പരിഗണിക്കുന്നത് എങ്ങനെ അവസാനിച്ചു എന്ന് നോക്കിയിട്ടാണ്. നമ്മുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയിട്ടാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് നോക്കിയിട്ടാണ്. രണ്ട് തരക്കാണ് കർമ്മങ്ങൾ അല്ലാഹു ശ്രദ്ധിക്കുക. ഒന്ന് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമുക്ക് അറിയുന്ന ഹദീസാണല്ലോ, കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്ത് നോക്കിയിട്ടാണ്. മറ്റൊന്ന് ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ. അതേപോലെ ഇമ്പോർട്ടന്റ് ആയ ഹദീസാണ് അതും. കർമ്മങ്ങൾ അല്ലാഹു നോക്കുന്നത് അതിന്റെ അവസാനം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിച്ചു, ഇത് രണ്ടും both are equally important. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ മരിച്ചുവോ അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വ്യാഖ്യാനത്തിലേക്കാണ് ഇനിയുള്ള ചർച്ചകളിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് പരലോകത്തേക്ക് കടന്നു വരുന്ന രൂപം എന്താണ്? മനുഷ്യരിൽ ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്നത് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. ആദ്യമായി വഅവ്വലു മൻ തൻഷഖു അൻഹുൽ അർളു അന. ആദ്യമായി ഭൂമി പിളർന്ന് എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്പിയാക്കന്മാർ, പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ, പിന്നെ സ്വാലിഹീങ്ങൾ, പിന്നെ സജ്ജനങ്ങൾ, അങ്ങനെ ഓരോരുത്തരായി പെട്ടെന്ന് അവരവർ മരിച്ച സ്ഥലങ്ങളിൽ, സ്ഥാനങ്ങളിൽ, അതിന് സമാനമായ സ്ഥലങ്ങളിൽ വെച്ച് പുനർജന്മം നൽകപ്പെടും. ആകാശത്ത് നിന്ന് ഒരു എയർ ക്രാഷ് സംഭവിച്ചെന്ന് വിചാരിക്കുക, അതിന് നേർ താഴെയുള്ള ഭൂമിയുടെ പ്രതലം എവിടെയോ അവിടെ നിന്നായിരിക്കും അവർക്ക് പുനർജന്മം. എവിടെയാണോ മരിച്ചത് അവിടെ. ഖബർ ചെയ്യപ്പെട്ട സ്ഥലം എന്നുപോലും അതിനർത്ഥമില്ലെന്ന. ഖബർ ചെയ്യപ്പെട്ടവർ ആ ഖബറിന്റെ ഇടത്ത് നിന്ന്, അല്ലാത്തവർ എവിടെയാണോ അവർക്ക് മരണം സംഭവിച്ചത് അവിടെ നിന്ന്. ചിലപ്പോൾ മയ്യത്ത് മറവ് ചെയ്യാൻ കിട്ടിയില്ല എന്ന് വരും. അവരൊക്കെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ആദ്യമായി എഴുന്നേൽക്കുന്നത് മുത്ത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഅ്മിനീങ്ങളായ ആളുകൾ എഴുന്നേൽക്കുമ്പോൾ സത്യവിശ്വാസികളുടെ മുമ്പിൽ പ്രകാശം ഇങ്ങനെ മുമ്പേ നടന്നുകൊണ്ടിരിക്കുമെന്നാണ്. ഇടതുവശത്തും വലതുവശത്തും മുമ്പിലും പ്രകാശിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആളുകളാണ് നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾ വരുന്ന രൂപം. അതാണ്. അള്ളാഹു ആ വിഭാഗത്തെ നമ്മൾ ചേർക്കട്ടെ. രണ്ടാമത്തേത് സായിഖും വശഹീദ്. നമ്മുടെ കൂടെ സായിഖ് ഉണ്ടായിരിക്കും. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ മഹ്ശറയിലേക്ക് നമ്മെ ആനയിച്ചു കൊണ്ടുപോകാൻ സത്യവിശ്വാസികളെ, മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ അവിശ്വാസികളെ അള്ളാഹു സായിഖ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മലക്കുകളുടെ ഒരു വിഭാഗം പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഷഹീദുണ്ട്, മലക്കുകളിൽ തന്നെ നമുക്ക് സാക്ഷി പറയുന്നവർ. യഷ്ഹദു അലൈക്, നമുക്ക് എതിരായി സാക്ഷി പറയുന്ന മലക്കുകൾ അവിടെ വരും. കൊണ്ടുപോകാൻ സായിഖ് വരുന്നു. സായിഖ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ എന്ന് പറയല്ലേ. സാഖ യസൂഖു, തെളിച്ചു കൊണ്ടുപോകുന്ന ആൾ, വഴി നടത്തുന്ന ആൾ. അങ്ങനത്തെ ഒരു മലക്കിന്റെ കൂടെ പരലോകത്തേക്ക് വരുമ്പോൾ കൂടെ തന്നെ ഷഹീദ്, സായിഖും വശഹീദ്. കൂടെ നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മ നമ്മൾ നിഷേധിക്കാനാണ് പോകുന്നതെങ്കിൽ അതിനെതിരെ, നമുക്കെതിരെ, അള്ളാഹുവിന് അനുകൂലമായി നമുക്കെതിരിൽ സാക്ഷി പറയാൻ, ആ സത്യത്തെ സത്യമായി അവതരിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ മലക്കുകളിൽ ഓരോരുത്തർക്കും ഷഹീദ് എന്ന മലക്ക് കൂടെ ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് ഖരീൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഖരീൻ എന്ന മലക്കുണ്ട്. ഖരീൻ ജിന്നുകളിലുമുണ്ട്. ഇവ രണ്ടുപേരും നാളെ പരലോകത്ത് കൂടെ ഉണ്ടായിരിക്കും. ഖരീനുക മിനൽ മലായിക വ ഖരീനുക മിനൽ ജിൻ. വിശുദ്ധ ഖുർആൻ ഖരീനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഅശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ, തിന്മയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു ശൈത്താനെ നിയോഗിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. തിന്മ ചെയ്ത് നടക്കുന്ന ആളാണ്, അയാളെ എപ്പോഴും തിന്മ കൊണ്ട് ചിന്തിപ്പിക്കാൻ, തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പിശാചിൽ നിന്നൊരു കൂട്ടുകാരൻ. അതിനാണ് ഖരീൻ എന്ന അറബിയിൽ ഖുർആൻ പറയുന്നത്. അങ്ങനത്തെ ഒരാൾ തിന്മ ചെയ്യുന്ന ആൾക്ക് ഭൂമിയിലുണ്ട്. നമ്മുടെ കൂടെ മലക്കുകളിൽ നിന്നൊരു കൂട്ടുകാരനുണ്ട്, ഒരു ഖരീനുണ്ട്, നന്മയിലേക്ക് വിളിക്കാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ജീവിതം കടുത്ത പരീക്ഷണമാണെന്ന് പറയാൻ കാരണം, ഒന്ന് നമ്മുടെ ശരീരം തിന്മയിലേക്ക് വിളിക്കാൻ, നന്മയിലേക്ക് വിളിക്കാൻ അല്ലാഹുവിന്റെ മലക്ക് നമ്മുടെ കൂടെയുണ്ട്, ഒരു ഖരീൻ. തിന്മയിലേക്ക് വിളിക്കാൻ ശരീരമുണ്ട്, പിശാചിൽപ്പെട്ട ഒരാളും കൂടെയുണ്ട്. ഈ രണ്ടുപേരും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കെ ശരീരവും തിന്മയിലേക്കാണ് വിളിക്കുന്നത്. ഖരീനും, പിശാചിൽ നിന്നുള്ള ഖരീനും തിന്മയിലേക്ക് വിളിക്കുന്നു. അതിൽ നന്മയിലേക്ക് നമ്മൾ വിളിക്കുന്ന മലക്ക് ഒരു മലക്കേ ഉള്ളൂ. ആ മലക്കിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകലാണ് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വിജയം. അപ്പോഴാണ് നമ്മൾ വിജയിച്ചു എന്ന് പറയുന്നത്. അല്ലാഹു തആല മലക്കുകളിൽ നിന്നുള്ള ഖരീൻ കൊണ്ട് അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവ രണ്ടുപേരും നാളെ പരലോകത്ത് നമ്മുടെ കൂടെ സാക്ഷി പറയാൻ വരികയാണ്. പരലോകത്തേക്കുള്ള വരവിനെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് വിചാരണ നടക്കുന്നത്, എന്തായിരിക്കും വിചാരണയുടെ രൂപം, അത് എത്ര സ്പീഡിലാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അമലുകൾ തൂക്കപ്പെടുന്നത് എന്താണ്, നമ്മുടെ നന്മതിന്മയുടെ ഹിസാബിനെ സംബന്ധിച്ചുള്ള തത്വായുൽ സുഹഫ് എന്താണ്, നമ്മുടെ അഖീദത്തിനെ സംബന്ധിച്ച്, സിറാത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്, നരകവും സ്വർഗവും, ഇതൊക്കെ വഴിയെ വരാനുള്ള ചർച്ചകളാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ മഹ്ശറയിലേക്ക് വരുന്നത് എന്ന് മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വതുഹ്ശറു മഅ മൻ തുഹിബ്ബ്. നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ നമ്മൾ ആരെയാണോ സ്നേഹിച്ചിരുന്നത് അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. തുഹ്ശറു മഅ മൻ തുഹിബ്ബ്. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട ആളിന്റെ സംഘത്തിൽ ഉണ്ടാകും. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ ഇഷ്ടപ്പെട്ടവർ അമ്പിയാഇന്റെ സുംറത്തിൽ കൂട്ടത്തിൽ ഉണ്ടാകും. ഔലിയാഇനെ സ്നേഹിച്ചവർ ആ കൂട്ടത്തിലാണ്. സിനിമാ സ്റ്റാറുകളൊക്കെ സ്നേഹിച്ചവർ ഓരോ കൂട്ടത്തിൽ ഉണ്ടാവുന്ന. ആരും സ്നേഹിക്കാറില്ല, ദുനിയാവ് അങ്ങനെയാണ്. ആരെയും സ്നേഹിക്കാം, പക്ഷേ നിങ്ങൾ ആരെ സ്നേഹിക്കുന്ന അവരോടൊപ്പമാണ്. അൻത മഅ മൻ അഹ്ബബ്ത. നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെടാം. നരകത്തിലേക്ക് പോകുന്ന ആളുകളെ ഇഷ്ടപ്പെട്ടോ അവരുടെ കൂടെ നരകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ കൂടെ സ്വർഗത്തിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നത്, അമ്പിയാഇനെ സ്നേഹിക്കുന്നത്, അലിമീങ്ങളെ സ്നേഹിക്കുന്നത്, ദീനിനെ സ്നേഹിക്കുന്നത്, സ്വാലിഹീങ്ങളായ ആളുകളെ സ്നേഹിക്കുന്നത്. ഇതിനാണ് ആ സുംറത്തിൽ പെടാൻ, ആ കൂട്ടത്തിൽ പെടാൻ. അമ്പിയാഇന്റെ കൂടെയാണ് വരുന്നത്.
അതല്ല തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ തിന്മ ചെയ്ത ആളുകളുടെ കൂടെ, അവരുടെ കൂട്ടുകാരുടെ കൂടെയാണ് നാളെ മഹ്ശറയിലേക്ക് വരുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അടുത്ത വിഷയം, ആ വരുന്ന രൂപം ഉരിയാനൻ, വസ്ത്രങ്ങളില്ലാതെയാണ്, ഹിഫാതൻ, കാലിൽ ചെരുപ്പ് ധരിക്കാതെയാണ്, ജായിഅൻ അതുശാനൻ, വിശന്നുകൊണ്ടും ദാഹിച്ചുകൊണ്ടുമാണ് മഹ്ശറയിലേക്ക് വരുന്നത്. ഖബറിലെ കടത്തം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്ന വരവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വസ്ത്രമില്ല, കാലിൽ ചെരുപ്പില്ല, ദാഹിച്ചുകൊണ്ടും വിശന്നുകൊണ്ടും. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത്, അഫയൻദുറു ബഅദുനാ ഔറത ബഅദിൻ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ പരസ്പരം ഔറത്ത് നോക്കില്ലയോ നബിയേ, മനുഷ്യന്മാർ ഔറത്ത് കണ്ടുപോകില്ലേ? അൽ അംറു അഅ്ലമു മിൻ അൻ യുഹിമ്മഹും ദാലിക്. ആയിഷ ബീവി നാളെ അതൊന്നും ഓർക്കാനുള്ള, ചിന്തിക്കാനുള്ള പരുവത്തിലല്ല മനുഷ്യനുണ്ടാവുക. അന്നാരും നോക്കില്ല പരസ്പരം. എന്താണ് എന്റെ അവസ്ഥ? ഞാൻ നരകത്തിലേക്ക് എറിയപ്പെടുമോ? അല്ലാഹു എന്നെ തീയിലേക്ക് എറിയുമോ? അതല്ല അവന്റെ സുഖങ്ങളെ കൊണ്ട് എന്നെ നിറക്കപ്പെട്ട ജന്നത്തുൽ നഈമിലേക്ക് എന്നെ കൊണ്ടുപോകുമോ? ഈ അവസ്ഥയിൽ ചിന്തിച്ച് പരിഭ്രമിച്ചിരിക്കുന്ന മനുഷ്യൻ ആരും പരസ്പരം ഔറത്തിലേക്ക് നോക്കുന്ന നേരമല്ല ആയിഷ ബീവി. അത് മനുഷ്യർക്കെന്ന വസ്ത്രം ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് ഉലമാ പറയുന്നു. തുഹ്ശറു റാകിബൻ, വാഹനം കയറി പോരുന്ന ആളുകൾ നമ്മുടെയുണ്ട്. ഉദഹിയത്ത് അറുത്ത ആളുകൾ ഉദഹിയത്ത് മൃഗത്തിന്റെ മുകളിൽ യാത്ര ചെയ്യും. ഒരുപാട് ഉദഹിയത്ത് അറുത്തവർ അത്രയും ഉദഹിയത്തിന്റെ മൃഗങ്ങളുടെ അകമ്പടിയോടുകൂടെയുള്ള യാത്രയിലായിരിക്കും. നടന്നു പോകേണ്ട അവസ്ഥ വരില്ല. അമല് കുറഞ്ഞു പോയ ആളുകൾ നടന്നുകൊണ്ട്, തീരെ അമലില്ലാത്ത ആളുകൾ ഇഴഞ്ഞുകൊണ്ട്, ചില ആളുകളെ മുഖത്തിന്മേൽ വലിച്ചുകൊണ്ട്, وهل يكب الناس على مناخرهم أو قال على وجوههم إلا حصائد ألسنتهم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ചോദിച്ച നേരം, നബിയേ അവനു ആഖദു അലാ മാ നതകല്ലമു യാ റസൂലല്ലാഹ്, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഞങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമോ? ഞങ്ങൾ പറയുന്നല്ലേ ഉള്ളൂ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ, ഞങ്ങൾ എന്തെങ്കിലും അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതിന് നാളെ അക്കൗണ്ടബിലിറ്റി ഉണ്ടോ, നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ, അല്ലാഹു ചോദിക്കുമോ? അതിന് മറുപടി പറഞ്ഞത്, നിങ്ങൾ എന്തറിഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, വഹൽ യകുബ്ബു الناس على مناخرهم او قال على وجوههم. ഹദീസിന്റെ വചനങ്ങളിൽ ജനങ്ങളെ മുഖത്തിന്മേൽ വലിച്ചു കൊണ്ടുവരാൻ കാരണമാകുന്നത്, ജനങ്ങളെ അവരുടെ മൂക്കുകളിൽ മേൽ വലിച്ചു കൊണ്ടുവരാൻ കാരണമാകുന്നത് ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം, നാവുകൾ ചെയ്തു കൂട്ടിയ തിന്മയല്ലാതെ മറ്റെന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ആളുകളെ മുഖം കൊണ്ട് വലിച്ചു കൊണ്ടുവരും എന്നാണ് ഈ ഹദീസിന്റെ സാരം. അല്ലാഹുവിനോട് കാവലിന് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. നിസ്കാരത്തിൽ മരിച്ച ആൾ നിസ്കരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിച്ച ആൾ ഖുർആൻ ഓതിക്കൊണ്ടാണ് കടന്നു വരുന്നത്. ഇദാ അൻസലല്ലാഹു ബിഖൗമിൻ അദാബൻ അസ്വാബൽ അദാബു മൻ ഫീഹിം ثم بعثوا على അഅമാലിഹിം. തിന്മ ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ ആ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന നല്ല മനുഷ്യർ കാണും. പക്ഷേ അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ, നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ല ശിക്ഷ വരിക, എല്ലാവരും പെട്ടുപോകും. പക്ഷേ തുമ്മ യുബഅസൂന അലാ നിയാതിഹിം, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരവരുകൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് അവർക്ക് പുനർജന്മം കൊടുക്കും. ഒരു ഉദാഹരണം പറയാം. ഒരു സുനാമി സംഭവിച്ചാൽ, ഒരു ഭൂകമ്പം സംഭവിച്ചാൽ അവിടെ വീടുകളും പള്ളികളും ഒക്കെ ഇടിഞ്ഞു വീഴുന്നു. ആ പള്ളികൾ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ കള്ളുഷാപ്പുകളും വ്യഭിചാരശാലകളും ഒക്കെ അവിടെ ഉണ്ട്. അവരെ ഉദ്ദേശിച്ച് അല്ലാഹു ഇറക്കിയ ശിക്ഷയാണെന്നിരിക്കെ പക്ഷേ അവിടെ ഒരു പക്ഷേ നന്മ ചെയ്യുന്ന ആളുകളും പെട്ടുപോയേക്കും. നന്മ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ വന്നുപെട്ടേക്കും. പക്ഷെ അവരത് അർഹിച്ചവരല്ല. ദുനിയാവിൽ അവരനുഭവിച്ച ആ വിഷമത്തിന് നാളെ അല്ലാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുകയും പരലോകത്തേക്ക് വരുമ്പോൾ അവർ എങ്ങനത്തെ അവസ്ഥയിലായിരുന്നുവോ ആ അവസ്ഥയിൽ സത്യവിശ്വാസികൾക്ക് പുനർജന്മം നൽകും. നാളെ അവർക്ക് അവിടെ ശിക്ഷയില്ല. ഇവിടെ ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷയായിരുന്നില്ല, അവരനുഭവിച്ച വിഷമത്തിന് അല്ലാഹു തആല നാളെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എങ്ങനെയാണോ ഒരാൾ മരിക്കുന്നത്
ആ അവസ്ഥയിലായിരിക്കും നാളെ പരലോകത്തേക്ക് എത്തുക. അപ്പൊ നമ്മൾ നല്ല നിലക്ക് മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി വേണ്ടത് ഹാമിലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ആളുകൾക്ക്, അവർക്ക് ബുശ്റാലഹും തൂബാലഹും, അവർക്ക് ഒരുപാട് നന്മയാണ്, ഒരുപാട് പ്രതിഫലം അല്ലാഹു നാളെ നൽകാൻ പോകുന്നു. അല്ലാഹു നമ്മെ നമ്മുടെ മക്കളിൽ കുടുംബത്തിലൊക്കെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. യുക്സാ വാലിദാ ഹാമിലുൽ ഖുർആനി താജുൽ വഖാരി യൗമൽ ഖിയാമ. يكسى والدا حامل القرآن تاج الوقار يوم القيامة الياقوتة فيه خير من الدنيا وما فيها. ഇമാം ബുഖാരി, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഹസനായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടിയുടെ ഉമ്മയ്ക്കും വാപ്പക്കും പിതാവിനും മാതാവിനും താജുൽ വഖാരി യൗമൽ ഖിയാമ, അഭിമാനത്തിന്റെ ഗാംഭീര്യത്തിന്റെ ഒരു കിരീടം അല്ലാഹു നാളെ അണിയിച്ചു കൊടുക്കും. ആ കിരീടത്തിലുള്ള മനോഹരമായ മുത്തുകൾ, മനോഹരമായ വിരവടിപ്പുള്ള യാഖൂതത്ത് മരതകങ്ങൾ, കല്ലുകൾ, ആ കല്ലുകളിൽപ്പെട്ട ഒരൊറ്റ കല്ല് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകവും അതിലുള്ള സർവ്വതിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണ്. അങ്ങനത്തെ ഒരുപാട് യാഖൂത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട കിരീടം, പ്രകാശത്തിന്റെ കിരീടം. ഏത് മാതാവാണോ ഒരു പിതാവാണോ തന്റെ കുഞ്ഞിനെ ഖുർആൻ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നത്, ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ആദരസൂചകമായി പരലോകത്ത് അണിയിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അവരെ പഠിപ്പിച്ച ഉമ്മാക്കും വാപ്പാക്കുമുള്ള കൂലിയാണെങ്കിൽ ആ ഹാഫിദുൽ ഖുർആനിന്, ഹാമിലുൽ ഖുർആനിന് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? പ്രത്യേകം മനസ്സിലാക്കുക. ഹിഫ്ദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നത്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. തഅല്ലമു സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പഠിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന അഖ്ദഹാ ബറക, അതെടുക്കൽ ബറകത്താണ്. വതർക്കഹാ ഹസ്റ, സൂറത്തുൽ ബഖറ ഓതാതിരിക്കുന്നത് സങ്കടത്തിന് കാരണമാകും. വലാ തസ്തതിഉഹാ അൽ ബത്ല, ബാത്തിലിന്റെ ആളുകൾക്ക് സൂറത്തുൽ ബഖറ ഓതാനും കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഒരുമിച്ച് ഓതാനോ മനഃപ്പാഠാക്കാനോ കഴിയുന്നില്ല ഒരു സൂറത്തുൽ ബഖറ. ഇനി ആലി ഇംറാനെ സംബന്ധിച്ചുള്ള ഹദീസ് വരുന്നുണ്ട്. സൂറത്തുൽ ബഖറ നമ്മൾ പഠിച്ചു വെക്കുക. 2 ജുസ് ഉണ്ട്. അല്പാൽപമായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് എളുപ്പമാണ്. ലാ യസ്തതിഉഹാ അൽ ബത്ല, ബാത്തിലിന്റെ ആളുകൾക്ക് അത് കഴിയില്ല എന്നാ പറഞ്ഞ്. അതായത് സൂറത്തുൽ ബഖറ തുടങ്ങി വെച്ച് പൂർത്തിയാകുന്നവരെ എന്ന് ഓതണമെങ്കിൽ നല്ല ഹിമ്മത്തുള്ള ചാമ്പ്യന്മാർക്ക് കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾ അത് വഴിയിൽ വെച്ച് പൂർത്തിയാക്കാതെ പോയി പോകും. അതാണ് തുടങ്ങി വെക്കുമല്ല ആവേശത്തിലൊക്കെ 4 പേജ് 5 പേജ്, 1 ജുസ് 1.5 2ന്റെ അടുത്തേക്ക് എത്തി, അപ്പോഴേക്ക് നിർത്തിപ്പോയി. സൂറത്തുൽ ബഖറക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് പൂർത്തിയാക്കാൻ ഒരു ഹിമ്മത്ത് വേണം, ഭയങ്കര മനക്കരുത്ത് വേണം. അതുകൊണ്ടല്ല ബാത്തിലിന്റെ ആളുകൾക്ക് അത് പൂർത്തിയാക്കാൻ കഴിയില്ല. പിശാച് ഓടുമെന്നാണ് അതിനർത്ഥം. പിശാച് ഓടിക്കളയുന്ന സൂറയാണ് സൂറത്തുൽ ബഖറ. ഒരു വീട്ടിൽ ഇഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ വീടുകളിൽ ഓതണേ. ഫഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീ സൂറത്തുൽ ബഖറ, പരിശുദ്ധമായ സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടി അകലുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ പറഞ്ഞു തഅല്ലമു സൂറത്തുൽ ബഖറതി വആല ഇംറാൻ, സൂറത്തുൽ ബഖറയും ആല ഇംറാൻ സൂറത്തും നിങ്ങൾ പഠിക്കണം. ഫഇന്നഹുമാ സഹറാവാൻ, മനുഷ്യന് പ്രഭ നൽകുന്ന, മനോഹരമായ പ്രഭ നൽകുന്ന, ചമൽക്കാരം നൽകുന്ന, ആനന്ദം നൽകുന്ന, വെളിച്ചമുള്ളവയാണത് രണ്ടും. സഹറാവാൻ പേരെന്നതാണ്. സഹറത്ത് എന്ന് പറഞ്ഞാൽ ആനന്ദം, വെളിച്ചവും പ്രഭയും ആനന്ദവും നൽകുന്നവയാണ് സൂറത്തുൽ ബഖറയും സൂറത്ത് ആല ഇംറാൻ. വഇന്നഹുമാ യുദില്ലാനി സാഹിബഹുമാ യൗമൽ ഖിയാമ കഅന്നഹുമാ ഗമാമതാൻ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് വരുമ്പോ ചൂട്
ചൂടുണ്ട്, കടുത്ത ചൂടുണ്ട്. ഹദീസിലൊക്കെ വന്നത് സൂര്യൻ ഒരു ചാണകലെ എന്ന തോതിൽ അത്രയും അടുത്തെന്ന പോലെ ശക്തമായ ചൂടിലാണ് മനുഷ്യന്മാരുണ്ടാവുക. ആ നേരത്തെ മനഃപ്പാഠമാക്കിയ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും കഅന്നഹുമാ ഗമാമതാൻ, നല്ല ഇടതിങ്ങിയ മേഘമായി തലയുടെ മുകളിലേക്ക് വന്ന് ഈ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്ക് അത് തണൽ വിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഖുർആനു യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബ്റുഹു കർറജുലിശ് ശാഹിബ്. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും വിശുദ്ധ ഖുർആൻ അനുമോദിക്കാൻ ഖബറാളിയായ ഹാഫിദിന്റെ അടുത്തേക്ക് വന്നെത്തും. കർറജുലിശ് ശാഹിബി, മനോഹരമായ മുഖസൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെ. അത് ചോദിക്കും, ഹൽ തഅരിഫുനി, എന്നെ ഓർമ്മയുണ്ടോ? ഒരാൾ വന്ന് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഹൽ തഅരിഫുനി, എന്നെ ഓർമ്മയുണ്ടോ? മാരിഫ്, എനിക്കറിയില്ലല്ലോ. ഖുർആൻ പറയും, അനല്ലദീ അൽമഅതുക ഫിൽ ഹവാജിരി, പകൽ സമയങ്ങളിൽ നിന്നെ ദാഹിപ്പിച്ചവൻ ഞാനാണ്. ഒരുപാട് ഓതണം, ഇഫ്ലാക്കണമെങ്കിൽ എത്ര ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഓതിക്കൊണ്ട് തൊണ്ട വറ്റിപ്പോകും. നിന്നെ തൊണ്ട വറ്റിച്ചില്ലായിരുന്നോ ഞാൻ? ആ ആളാണ് ഞാൻ. വസ്ഹറതു ലൈലക, നിന്റെ രാവിലെ ഞാൻ ഉറക്കമിളച്ചിരുന്നല്ലോ, നിനക്ക് ഉറങ്ങാൻ സമയം കുറവായിരുന്നല്ലോ. ഖുർആൻ ഓതുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒരുപാട് ഓതി നടക്കുകയും ചെയ്തതിന്റെ പേരിൽ ഉറക്കം നിനക്ക് നഷ്ടപ്പെടുത്തിയല്ലോ. ആ ആളാണ് ഞാൻ. വഇന്ന കുല്ല താജിരിൻ മിൻ വറാഇ തിജാറതിഹി, എല്ലാ കച്ചവടക്കാരനും തന്റെ കച്ചവടത്തിന്റെ ലാഭം ലഭിക്കുന്ന ദിവസമാണിത്. ഫയുഅതൽ മുൽകു ബിയമീനി വൽ ഖുൽദു ബിശിമാലി, ആ മനഃപ്പാഠമാക്കിയ ആൾക്ക് ഖുർആൻ കൊണ്ടു നടന്ന ആളിന്റെ വലത് കൈയിൽ രാജാധികാരം അല്ലാഹു ഏൽപ്പിക്കുകയും അനശ്വരത ഖുൽദ്, ഇനി ഒരിക്കലും ഇവിടുന്ന് മരിക്കില്ല, നിങ്ങൾ ആനന്ദത്തിലാണെന്ന ഖുൽദ് ഇടത് കൈയിൽ അല്ലാഹു നൽകുകയും ചെയ്യും. വയൂദഉ അലാ റഅസിഹി താജൽ വഖാർ, ആ യൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, അവരുടെ തലയിൽ അല്ലാഹു തആല ഗാംഭീര്യത്തിന്റെ മനോഹരമായ കിരീടം അണിയിക്കുകയും ചെയ്യും. ദുനിയാവിൽ ഒരു സാധനം കൊണ്ട് വിലമതിക്കാനാവാത്ത മനോഹരമായ വസ്ത്രങ്ങളെ കൊണ്ട് ഈ ഹാഫിദിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല വസ്ത്രമണിയിക്കും. രണ്ടുപേരും ചോദിക്കും, ബിമകുസീന ഹാദാ, എന്തേ ഞങ്ങൾക്ക് ഇത് ലഭിക്കാൻ കാരണം? ബിഅഖദി വലദികുൽ ഖുർആൻ, നിങ്ങളുടെ കുട്ടി ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ഖുർആൻ ഹാഫിദും ആലിമീങ്ങളും അതിന്റെ ആമിലീങ്ങളുമാക്കുന്ന അവസ്ഥയിലേക്കാകാൻ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ മദ്രസ മുസഫയിൽ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഫിദീങ്ങളായ ഉസ്താദുമാർ, നമ്മുടെ റഫീഖ് വൈസ് അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഹാഫിദീങ്ങൾ കുട്ടികൾക്ക് ഹിഫ്ദ് പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയുമാണ്. അല്ലാഹു തആല ഇത്തരം അവസരങ്ങളൊക്കെ ഉണ്ടാവുന്ന ഉപയോഗപ്പെടുത്താം. ഈ കുട്ടിയോട് പറയപ്പെടും, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഖുർആൻ ഓതി എത്രയാണോ ഓതാൻ കഴിയുന്നത് അത്രയും സ്വർഗ്ഗത്തിലെ ഉയരത്തിലേക്ക് നീ പൊയ്ക്കോ എന്ന് ഹാഫിദിനോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് നാളെ ലഭിക്കുന്ന അവസ്ഥ അതാണ്. ഇനി ഹജ്ജും ഉംറയും ചെയ്ത ആളുകൾ, അവർ വരുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നൊരിക്കൽ നബി തങ്ങളോട് കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഉംറയ്ക്ക് വേണ്ടി പോയ ഒരു സഹാബി ഉംറയ്ക്ക് വേണ്ടി പോയതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഇഹ്റാം ചെയ്തു വന്ന സുഹാബി മക്കയിലേക്ക് എത്താറായപ്പോ വഖസതുഹു നാഖതുഹു ഫമാത്, ഒട്ടകം ഒന്ന് കുടഞ്ഞപ്പോ ഈ മനുഷ്യൻ താഴെ വീണ് മരിച്ചുപോയി. ഈ സുഹാബി റളിയല്ലാഹു അൻഹു ഉംറ ചെയ്യാൻ പറ്റിയില്ല, ഉംറക്ക് പോയതാണ്, അപ്പോഴേക്കും ഒട്ടകം പുറത്ത് വീണിട്ട് മരിച്ചുപോയി. ഞങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ, വെള്ളവും താളിയും ഉപയോഗിച്ച് ഇവരെ കുളിപ്പിക്കണം. വകഫിനൂഹു ഫീ തൗബിഹി, അവരുടെ വസ്ത്രത്തിൽ അവരെ കഫൻ ചെയ്യാൻ. വലാ തമസ്സൂഹു ബിതീബ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സുഗന്ധവും ഉപയോഗിക്കരുത്. വലാ തുഖമ്മിറു റഅസ, തല നിങ്ങൾ മറച്ചു കൊടുക്കരുത്. ആണായിരുന്നു ഇഹ്റാമിന്റെ ഡ്രസ് പോലെ തന്നെ, ഇഹ്റാമിന്റെ അവസ്ഥയിൽ സുഗന്ധം ഉപയോഗിക്കില്ലല്ലോ, തല മറക്കുകയുമില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇവരെ കഫൻ ചെയ്യണം.
ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ, നാളെ പരലോകത്ത് ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലിയിട്ട് വരുന്ന മുലബ്ബിയായിരിക്കും ഈ ഉംറക്ക് പുറപ്പെട്ട ആളെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഹജ്ജിന് പോയി മരിച്ചുപോയ ആളുകൾ, ഉംറക്ക് പോയി മരിച്ചുപോയവർ യാത്ര പുറപ്പെട്ടു, ഇഹ്റാം ചെയ്തു, പക്ഷേ ഉംറ ചെയ്യാൻ പറ്റിയില്ല, ഇഹ്റാം ചെയ്തു പക്ഷെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മരിച്ച ആളുകളുടെ സംഘങ്ങൾ നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടർ തൽബീയത്ത് ചൊല്ലി പോകുന്നത് കാണാം. അവർ മറ്റാരുമല്ല, ഉംറ നിർവഹിക്കാൻ പറ്റാതെ ഇഹ്റാമിന് ശേഷം മരിച്ചുപോയവർ, ഹജ്ജ് നിർവഹിക്കാൻ പറ്റാതെ ഇഹ്റാമിന് ശേഷം മരിച്ചുപോയവർ. ആ ആളുകൾ നാളെ വരുന്നത് തൽബിയത്ത് ചൊല്ലിയിട്ടാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ മനോഹരമായ രൂപങ്ങളാണ്. ശുഹദാ വരുന്ന രൂപം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, അല്ലാഹു ജല്ല ജലാലുവിനെ തന്നെയാണ് സത്യം. ലാ യുക്ലമു അഹദുൻ ഫീ സബീലില്ലാഹ് വല്ലാഹു അലമു ബിമൻ യുക്ലമു ഫീ സബീലിഹി ഇല്ലാ ജാഅ യൗമൽ ഖിയാമ വജുർഹുഹു യസ്അബു ദമാ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു മുറിവ് ഒരാൾക്ക് പറ്റിയാൽ, ചോര ഒലിച്ചാൽ, അല്ലാഹുവിനറിയാം ആർക്കാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മുറിവ് സംഭവിക്കുന്നതെന്ന്. നോക്കണം പ്രയോഗം. കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരാൾ മരിക്കുന്നത്, ഒരാളുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് ഷഹീദാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഖൈബർ യുദ്ധത്തിന്റെ ആ ഹദീസ് അറിയാമല്ലോ, ഇമാം ബുഖാരി ഇമാം മുസ്ലിം തങ്ങൾ സഹീഹുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഒരു സഹാബി മരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുതിരപ്പുറത്ത് നബിതങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വിരിപ്പുകളൊക്കെ നബിതങ്ങൾക്ക് ശരിയാക്കി, നബിതങ്ങളുടെ ഒട്ടകത്തെ ഒരുക്കുന്ന ഒരു സഹാബി, ഒരുക്കിയിരുന്ന സഹാബി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് പോരാൻ നിൽക്കുന്നു. അപ്പോഴേക്കും ഒരു കൂട്ടർ അമ്പെയ്തു. ആ സഹാബിയുടെ നെഞ്ചത്ത് തറച്ചു, ഉടനെ തന്നെ വീണു. കൂടെയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു, മാഷാ അല്ലാഹ്, എന്തൊരു വലിയ ഭാഗ്യവാൻ, എന്തൊരു ഭാഗ്യവാൻ, അല്ലാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കാൻ മരിക്കാൻ പറ്റിയല്ലോ, അല്ലാഹുവിന്റെ റസൂലിന് സേവനം ചെയ്തുകൊണ്ടിരിക്കാൻ മരിച്ചല്ലോ. അത് മാത്രമല്ല ഖൈബർ നിന്ന് പോരുകയാണ്, ഒരു യുദ്ധം കഴിഞ്ഞ് പോരുകയാണ്. അപ്പൊ എന്തായാലും ഒരു ഷഹീദിന്റെ അവസ്ഥയിലാണല്ലോ. ഹനീഅൻ ലഹു ബിൽ ജന്ന, സ്വർഗ്ഗം ഞങ്ങൾ ആശംസിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് ഈ പറയുന്നത്? ولا زال يتهلب في النار في شملة غلها يوم خيبر. ഖൈബറിന്റെ ദിവസം അദ്ദേഹം യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ശത്രുക്കളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു വസ്ത്രം, ഷംല, ഒരു ഷാളിനാണ് ഷംല എന്ന് പറയാ, അത് ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട്. ആ മോഷ്ടിച്ച ഷംല മുസ്ലിമീങ്ങൾക്ക് വീതിച്ചു കൊടുക്കേണ്ട ഗനീമത്ത് സ്വത്തിലേക്ക് ലഭിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ഇയാൾ നരകത്തിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ശിക്ഷിക്കപ്പെടുകയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയൊരു ഷംലത്ത് മോഷ്ടിച്ചതിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് വഴിയെ മറ്റു ചർച്ചകൾ വരുന്നുണ്ട്. വല്ലാഹു യഅലമു മൻ യുക്ലമു ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആർക്കാണോ വല്ല മുറിവോ വേദനയോ ചോരയോ ഒലിക്കുന്നത്, അത് ആർക്കാണെന്ന് റബ്ബിനറിയാം. ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ വജുറുഹു യസ്അബു ദമ, തന്റെ മുറിവിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടാണ് നാളെ കടന്നു വരുന്നത്. അല്ലൗൻ ലൗനുദ്ദം, നിറം ചോരയുടെ നിറമാണ്. പക്ഷേ വൽ ഉർഫുൽ മിസ്ക്, അതിന്റെ വാസന കസ്തൂരിയുടെ സുഗന്ധമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സംഭവിച്ചാൽ സ്വാഭാവികമായ നിലയ്ക്ക് നമ്മളൊരു പരിശുദ്ധമായ ഒരു യാത്രയിലേക്ക് പോവാൻ, ആ യാത്രയിൽ അപകടം സംഭവിച്ചു മരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ എന്തെങ്കിലും ഒരു അപകടത്തിൽ ഒരു മുറിവ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുറിവുകളാണ്. അങ്ങനെയുള്ള മുഴുവൻ ആളുകളും നാളെ വരുന്നത് ആ മുറിവോടുകൂടെയാണ്. ആ മുറിവുകൾക്ക് നാളെ സുഗന്ധമുണ്ടെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂ സൂക്ഷിക്കുന്ന ആളുകൾ, മുഹാഫിദ് അലൽ വുളൂ, നാളെ വരുന്ന രൂപം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഉമ്മതി യദ്ഉന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീന മിൻ ആഥാരിൽ വുളൂ ഫമൻ ഇസ്തതഅ മിൻകും അൻ യുതീല ഖുർറതഹു ഫൽയഫ്അൽ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങരികെ ഒരു ഖബർസ്ഥാനം സന്ദർശിച്ചിരിക്കെ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇലെ ഒരു ഖബറിന്റെ അരികിൽ ഇരുന്ന് മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കെ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ,
എന്റെ സഹോദരന്മാരെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നു, കൊതി തോന്നുന്നു എന്റെ സഹോദരന്മാരെ കണ്ടിരുന്നെങ്കിലെന്ന്. അല്ലെ? അപ്പൊ സ്വഹാബികൾ എന്ത് ചോദിച്ചു? അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലേ നബിയെ? ഞങ്ങൾ അങ്ങയുടെ ഇഖ്വാനല്ലേ? ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ? എന്താ അവിടെ പറഞ്ഞത്? ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, നിങ്ങൾ എന്റെ ഇഖ്വാനല്ല, നിങ്ങൾ എന്റെ കമ്പാനിയൻസ്, നിങ്ങൾ എന്റെ ബ്രദേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ സഹോദരന്മാരെന്ന് പറയുന്നത് അല്ലദീന ലം യഅതു ബഅദു, ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. യുഅ്മിനൂന ബി വലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല പക്ഷേ എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്നവരാണ്. അവർ ഖുർആനിന്റെ നുസൂലിന്, ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷികളല്ല, പക്ഷേ ബൈന കിഫതൈ, ഖുർആനിനെ അവർ രണ്ട് തട്ടുകൾക്കിടയിലായി, രണ്ട് ചട്ടകൾക്കിടയിലായി കാണും. അങ്ങനെ ഖുർആനിൽ വിശ്വസിക്കുന്ന വരാൻ പോകുന്ന മുസ്ലിമീങ്ങൾ, എനിക്ക് അവരെക്കൊന്ന് കാണാൻ കൊതിയാവുന്നു. അത് മനോഹരമായ ഒരു രംഗമാണ്. തങ്ങൾ മുമ്പിലിരിക്കുന്നത് മരിച്ചുപോയ സ്വഹാബികളുടെ മുമ്പിൽ, ജന്നത്തുൽ ബഖീഅ. കൂടെയുള്ളത് ജീവിച്ചിരിപ്പുള്ള അസ്ഹാബുകൾ. തങ്ങൾ കൊതി പറയുന്നത് വരാൻ പോകുന്ന മുസ്ലിമീങ്ങളെ കാണാൻ. അവരാണ് എന്റെ ഇഖ്വാൻ എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, അങ്ങേക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുമോ? തങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, അറഅയ്തും, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഒരുപാട് ഒരു കുതിരക്കൂട്ടം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരുപാട് കറുത്ത കുതിരകൾ. ആ കറുത്ത കുതിരകൾക്കിടയിൽ കഴുത്തും കാലുകളും വെളുത്ത ഒരു കുതിരയുണ്ടെങ്കിൽ ആ 1000 കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് ആ ഒന്നിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയും നബിയെ. എങ്കിൽ ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജബീൻ, എന്റെ ഉമ്മത്തികൾ കൈകാലുകൾ വെളുത്തവരായിട്ടാണ് നാളെ വരാൻ പോകുന്നത്. കൈകാലുകൾക്ക് പ്രകാശമുണ്ടായിരിക്കും. മിൻ ആസാരിൽ വുദൂ, ഞാൻ അവരെ തിരിച്ചറിയും. വുദൂ ചെയ്ത അടയാളങ്ങൾ, വുദൂ ചെയ്ത കാരണത്താൽ, വുദൂ ചെയ്ത അവയവങ്ങളുടെ ഭാഗങ്ങൾ പ്രകാശിച്ചുകൊണ്ടാണ് വരുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും ആ പ്രകാശമില്ല. എന്റെ ഉമ്മത്തികൾ കൈകാലുകൾ പ്രകാശിതരായി കടന്നു വരുമ്പോൾ ഞാൻ അവരെ സർവ്വ ഉമ്മത്തികൾക്കിടയിൽ വെച്ച് എന്റെ ആളുകളെ നാളെ തിരിച്ചറിയും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ആ ഇഖ്വാനിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ അവിടുത്തെ സഹോദരങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. വുദൂ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു അവസ്ഥയിലാണ് നാളെ പരലോകത്തേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകും ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഉറതഹു ഫൽയഫ്അൽ. അതുകൊണ്ട് മുഖമൊക്കെ വന്ന് ഒരൽപ്പം കൂടുതലായിട്ട് കഴുകാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ കഴുകിയേക്കണം. കാരണം നമ്മൾ വുദൂ ചെയ്യുമ്പോൾ മുഖത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് മനാബിത്തി ശഅരി ഫി റഅസ്, തലയിൽ എവിടെയാണോ തലമുടി ഉണ്ടാകുന്നത് അവിടെ മുതൽ, മുടി ഉണ്ടെങ്കിൽ ഇപ്പൊ കഷണ്ടിയാന്ന് വിചാരിക്കുക, സാധാരണഗതിയിൽ എവിടെന്നാ തലമുടി ഉണ്ടാവുക അവിടെ മുതൽ അസ്ഫലു ദിഖ്നി, നമ്മുടെ താടിയലിന്റെ താഴെ വരെ, അതാണ് ചെവിക്കുന്നിയോട് ചേർ, ഇതാണ് മുഖത്തിന്റെ ബൗണ്ടറി. ഇവിടെ ഒരാൾ കഴുകിയാൽ വുദൂ ശരിയായി. പക്ഷെ ഒരൽപ്പം മേലോട്ട് കഴുകിക്കോളൂ, ഒരൽപ്പം അപ്പുറത്തേക്കും ഒരൽപ്പം നീട്ടി കഴുകിക്കോളൂ. കൈ കഴുകുമ്പോൾ നമ്മുടെ കൈമുട്ട് വരെ മതി, പക്ഷേ ഒരൽപ്പം അകുദിലേക്ക്, നമ്മുടെ ആമിലേക്ക് ഒരൽപ്പം കൂടെ കയറ്റി കഴുകിയാൽ അൽഹംദുലില്ലാ. ഞെരിയാണി വരെ കഴുകിയാൽ മതി കാല് കഴുകുമ്പോൾ. പക്ഷെ ഒരൽപ്പം മേലോട്ട് നിസ്ഫു സാഖിലേക്ക്, നമ്മുടെ കണങ്കാലിന്റെ ഒരൽപ്പം പകുതിയിലേക്ക് വരെ നീട്ടി കഴുകാൻ പറ്റുന്നവർ, വസ്വാസാവാനല്ല ഈ പറഞ്ഞത്. എന്ത് ചെയ്യുക? വുദൂഇന്റെ പുണ്യം കിട്ടാൻ വേണ്ടി, അത് കൂടുതലായി ചെയ്യാൻ വേണ്ടി ആ സ്ഥലങ്ങൾ പ്രകാശിക്കുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒരൽപ്പം വിശാലമായിട്ട് തന്നെ വുദൂ എടുത്തേക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇസ്ലാമിലായിട്ട് പ്രായമായ ആളുകൾ, മൻ ശാബ ശൈബതൻ ഫിൽ ഇസ്ലാമി കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമഹ, മുസ്ലിമായി അന്തസ്സിൽ അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ച് നരബാധിച്ച ആൾ എന്ന് പറഞ്ഞാൽ പ്രായാധിക്യത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ സ്ത്രീ, ആ പുരുഷൻ, ആ മുഅ്മിനത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന അവസ്ഥയിലാണ്. അങ്ങനെയാണ് നരബാധിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നതെങ്കിൽ ആ വരുന്ന ആളുകൾക്ക് തങ്ങളുടെ നരച്ച മുടികളെല്ലാം നാളെ പ്രകാശമായിട്ട് ജ്വലിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ വരുന്നത് പ്രകാശിച്ചുകൊണ്ടാണ്. സ്വലാത്തുൽ ഫജ്റും സ്വലാത്തുൽ ഇശാഉം നിസ്കരിച്ച ആളുകൾക്ക് പ്രത്യേകമായ പ്രകാശം നൽകുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ബശ്ശിരിൽ മശായീന ഫിൽ ളുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ പള്ളിയിലേക്ക് ഇരുട്ടിൽ നടന്നു പോയ ആളുകൾ,
ഇരുട്ടിൽ പള്ളിയിലേക്ക് നടന്നു പോയവർ എന്ന ഹദീസിന് ഉലമാ കൊടുക്കുന്ന വ്യാഖ്യാനം ഐ ഇലാ സ്വലാത്തിൽ ഇശാഇ വസ്വലാത്തിൽ ഫജ്ർ, സുബ്ഹി നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനും ഇരുട്ടായിരിക്കെ പള്ളിയിലേക്ക് പോയവർ. ഇനി ഇരുട്ടല്ലെന്ന് വിചാരിക്കുക, നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ കുറച്ചോണ്ട് എനിക്ക് ഇരുട്ടില്ലല്ലോ, അതിന് ബേജാറാവേണ്ട ആവശ്യമില്ല. ആ സമയമാണ് പുണ്യം. അങ്ങനെ പോയ ആളുകൾക്ക് പരിപൂർണമായ പ്രകാശം നാം അവർക്ക് അല്ലാഹു നൽകും. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിലേക്ക് ചേർക്കുമാറാകട്ടെ. പള്ളിയിലേക്ക് ഇരുട്ടിലൂടെ നടന്നവർക്ക് അല്ലാഹു നാളെ ഖിയാമത്ത് നാളിൽ പ്രകാശം കൊടുക്കും. അവർ പ്രകാശിച്ചുകൊണ്ടാണ് വരുന്നത്. ഇനി വീട്ടുകാരിലും നമ്മുടെ അധികാരം ഏൽപ്പിക്കപ്പെട്ട വിഷയങ്ങളിലും അതിൽ നീതി ചെയ്യുന്ന ആളുകൾ വരുന്ന രൂപം നോക്കണം. المقسطون يوم القيامة على منابر من نور عن يمين الرحمن وكلتا يديه يمين الذين يعدلون في أهليهم وأموالهم ما ولوا. المقسطون നീതി ചെയ്യുന്നവർ യൗമൽ ഖിയാമ പരലോകത്തേക്ക് വരുമ്പോൾ അലാ മനാബിറ മിൻ നൂരിൻ പ്രകാശത്തിന്റെ മിമ്പറിലാണ്. മിമ്പർ എന്ന് പറഞ്ഞ സ്റ്റേജ്, മനാബിറ മിൻ നൂർ പ്രകാശത്തിന്റെ മിമ്പറുകളിലാണ്. അൻ യമീനിർ റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹുവിന്റെ വലതുവശത്ത്, അല്ലാഹുവിന്റെ വലതുവശത്ത് വകിൽതാ യദൈഹി യമീൻ അല്ലാഹുവിന്റെ രണ്ട് വശവും വലത് തന്നെയാണ്. അല്ലാഹുവിന് ഇടത് എന്നില്ല. വകിൽതാ യദൈഹി യമീൻ അല്ലാഹുവിന്റെ രണ്ട് വശവും വലത് തന്നെ. الذين يعدلون في أهليهم വീട്ടുകാരിൽ നീതി ചെയ്യുന്നവർ, വഅംവാലിഹിം സമ്പത്തിൽ നീതി ചെയ്യുന്നവർ, മാ വല്ലു അവർക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ട കാലത്തോളം അവർ നീതിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ആളുകൾ അവർ അല്ലാഹു തആല പ്രകാശത്തിന്റെ മിമ്പറിൽ ആദരിച്ചുകൊണ്ടാണ് മഹ്ശറയിലേക്ക് വരുത്തുന്നത്. നീതി ചെയ്യുന്ന ഖിസ്ത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ മക്കളോട് പോലും നീതി ചെയ്യേണ്ട വിഷയം, അതായത് മക്കളോട് വേർതിരിവ് കാണിക്കാൻ ഉമ്മവാപ്പന്മാർ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി, നബിയെ എന്റെ ഉമ്മ എനിക്ക് ഇത്ര തന്നിട്ടുണ്ട്, നബി എനിക്ക് സ്വീകരിക്കാമോ? ഒരു വാപ്പ വന്ന് പറഞ്ഞു, നബിയെ എന്റെ മക്കൾക്ക് ഞാൻ ഇത്ര കൊടുത്തു, ഇന്നാലിന്റെ സ്ഥലത്ത് കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട് നബിയെ. അത് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് മറ്റു മക്കളുണ്ടോ? ഉണ്ട് നബിയെ. അവർക്ക് കൊടുത്തോ? ഇല്ല. എങ്കിൽ നിങ്ങൾ പോയിട്ട് നീതി ചെയ്യും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളോട് ഒരേപോലെ നീതി കാണിക്കാൻ കടപ്പെട്ടവരാണ് മാതാപിതാക്കൾ. നീതി ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാനോ നീതിയോടുകൂടെ ചെയ്യാൻ, വേർതിരിവ് കാണിക്കാൻ പാടില്ല. ആൺകുട്ടികളോട് പ്രത്യേക ഇഷ്ടം, പെൺകുട്ടികളോട് ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ പെൺകുട്ടികളോട് വല്ലാണ്ട് ഇഷ്ടം, ആൺകുട്ടികളോട് ഒരു ഇഷ്ടക്കുറവ്, മൂത്ത മകനോട് ചെറിയ മകൻ, ഇങ്ങനെയൊന്നും ശറഇൽ ചെയ്യാൻ പാടില്ല. നീതിയോടുകൂടെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഉമ്മ വെക്കുകയാണെങ്കിൽ പോലും ഒരു കുഞ്ഞിനെ ഉമ്മ വെച്ച് മറ്റൊരു കുഞ്ഞിനെ ഉമ്മ വെച്ചില്ലെങ്കിൽ ലം തഅദിൽ, നിങ്ങൾ നീതി ചെയ്തിട്ടില്ല എന്ന് പഠിപ്പിച്ച നബിയ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീ അഹ്ലിഹിം കുടുംബക്കാരിൽ, കുടുംബക്കാരിൽ, ജ്യേഷ്ഠാനിയന്മാരോട്, ബന്ധുക്കളോട് നീതിയോടുകൂടെ പെരുമാറുന്ന ആൾ. അത് മാത്രമല്ല വഅംവാലിഹിം മാ വല്ലു, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട അധികാരങ്ങളിൽ, നമ്മുടെ സമ്പത്തിൽ നീതി പാലിക്കുന്നവർ. ഓരോരുത്തർക്ക് ഇപ്പൊ ഈ ജോലി സംബന്ധമായി ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. ഓരോരുത്തർക്ക് അർഹമായത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർ, നീതി ചെയ്യാതിരിക്കുന്നവർ. ഒരാൾക്ക് ഇത്രയാണ് അയാളുടെ സാലറി, പക്ഷെ കൊടുക്കാതിരിക്കുന്നത്. മറ്റൊരാൾക്ക് അത് അർഹിക്കുന്നില്ല, പക്ഷെ അയാൾക്ക് അതിലേറെ കൊടുക്കുന്നു. ഇതൊക്കെ നീതികേട് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല, ആരും അത് ഓർക്കുന്നില്ല. അങ്ങനെ നീതി ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദീനിന് എതിരായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, നിങ്ങൾക്ക് ആ സമൂഹത്തോട് ഒരു ഇഷ്ടവുമില്ല എങ്കിൽ പോലും നീതി ചെയ്യാൻ മടിക്കരുതേ, അത് നിങ്ങൾ നീതിയിൽ നിന്ന് തടഞ്ഞു നിർത്തരുതേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ നീതി ചെയ്യാൻ പഠിപ്പിച്ചു. അവർക്ക് പ്രകാശത്തിന്റെ മിമ്പർ അല്ലാഹു നൽകുന്നു. ഇനി അന്ധന്മാരായി കണ്ണു കാണാതെ പരലോകത്തേക്ക് വരുന്നവരുണ്ട്. യാ അല്ലാഹ്, വമൻ അറദ അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. സൂറത്ത് ത്വാഹ
നാളെ കണ്ണ് കാണാതെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്നവർ ومن أعرض عن ذكري فإن له معيشة ضنكا എന്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിച്ചവർ, അള്ളാഹുവിനെ സ്മരിക്കാതെ നടന്നവർ, അള്ളാഹുവിന്റെ സ്മരണ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു പോയവർ, ഞാൻ അങ്ങോട്ടില്ലെന്ന് പറഞ്ഞവർ, അത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പരിശ്രമിക്കാത്തവർ, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അകന്നു കഴിഞ്ഞവർ, സ്കരിക്കാത്തവർ, നോമ്പ് നോൽക്കാത്തവർ, സത്യം കൊണ്ട് നടക്കാത്തവർ, അള്ളാഹുവിന്റെ അഖീദയും ഈമാനും തെറ്റിച്ചവർ, അവരൊക്കെ നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖബറിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് കാണാതെയാണ് വരുന്നത്, കണ്ണ് കാണാതെയാ എഴുന്നേൽക്കുന്നത്. സങ്കുചിതമായി ഇടുങ്ങിയ ജീവിതം ഞാൻ അയാൾക്ക് കൊടുക്കും. അതിന് മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം ഖബറിൽ അദാബ് ഉണ്ടാകുമെന്നാണ്, ഖബറിലെ ശിക്ഷയെന്നാണ്. ഖബറിൽ ശിക്ഷയുണ്ട്. പിന്നെയോ പരലോകത്തേക്ക് വരുമ്പോൾ കണ്ണ് കാണുന്നില്ല, അന്ധനാണ്. അയാൾ ചോദിക്കും, റബ്ബി, എന്റെ റബ്ബേ, ലിമ ഹശർതനി അഅമ, നീ എന്തിനാ പടച്ചോനെ എന്നെ കണ്ണ് കാണാത്ത അവസ്ഥയിൽ വിട്ടത്? വഖദ് കുന്തു ബസ്വീറാ, എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ അല്ലാഹ്, നീ എന്തേ എന്നെ അന്ധനാക്കി കളഞ്ഞത്? കദാലിക ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നപ്പോൾ നീക്ക് മറന്നു കളഞ്ഞില്ലേ? അതുകൊണ്ട് നിന്റെ കാഴ്ചയുടെ വിഷയം നാം ഇന്ന് മറന്നിരിക്കുകയാണ്, നിന്നെ നാം ഇന്ന് മറക്കുകയാണ്, നിനക്ക് കണ്ണ് ഞാൻ തരില്ല. വകദാലിക നജ്സി മൻ അസ്റഫ് വലം യുസ്രിം വലം യുഅ്മിൻ ബിആയാതി റബ്ബി വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖാ. വഴിവിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ് ഞാൻ നാളെ പ്രതിഫലം കൊടുക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ നാളെ അവരെ ശിക്ഷിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജല്ല പഠിപ്പിക്കുന്നു. കണ്ണ് കാണാതെ അന്ധന്മാരായി വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, ഒരു ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അവർക്കൊക്കെയാണ് ഈ മെസ്സേജ് എത്തിക്കേണ്ടത്. ഒരു ബോധം, എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ, ഞാൻ എന്തിനാ അവിടെ വന്നത്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന, അറിയാൻ ഇഷ്ടപ്പെടാത്തവർ, നാളെ അവർക്ക് കണ്ണ് പോലും അല്ലാഹു നൽകുകയില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവര് വരുന്നത് കണ്ണ് കാണാതെ, ഒരു കൂട്ടം അന്ധന്മാർ, കണ്ണ് കാണാത്ത അന്ധന്മാർ തപ്പിപ്പിടിച്ച് മഹ്ശറയിലേക്ക് വരുന്നത് കാണുമ്പോ മനസ്സിലാക്കിയേക്കുക, ഇവർ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞവരാണ്, അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളിയാക്കി തള്ളിയവരാണ്, അവരെ അല്ലാഹു പുനർജന്മം നൽകുന്ന രീതി അന്ധന്മാരായിട്ടാണ്. മാമിൻ റജുലിൻ, ഏതെങ്കിലും ഒരാൾ നാളെ പരലോകത്ത് ചങ്ങലകളിൽ ബന്ധിച്ചു വരുന്ന ആളുകളുണ്ട്, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവർ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവർ, ചിലർക്ക് കഴുത്തുവരെ ചങ്ങലയുണ്ട്, ചില ആളുകൾക്ക് ഭൂമിയുടെ ഏഴ് തട്ടുകളൊന്നാകെ കഴുത്തിൽ ചങ്ങലയായി ആഭരണമായി ചാർത്തപ്പെട്ടവർ. സയ്യിദുൽ കൗനൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ അമീരിൻ യലി അംറ അശ്റ. 10 ആളുകളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള ആൾ, അമീർ പറഞ്ഞാൽ പ്രിൻസിന് അമീർ എന്ന് പറയാം ട്രാൻസ്ലേഷൻ, അങ്ങനെ അമീർ, ഇമാറത്ത്, അധികാരം നൽകപ്പെട്ട ആൾ, അയാളുടെ കീഴിൽ ഒരു സൂപ്പർവൈസർ, അയാളുടെ കീഴിൽ എത്ര പേരുള്ളൂ? 10 ആളുകളുള്ളൂ, 10 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇല്ലാ ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലൻ ഇലാ ഉനുഖിഹി ലാ യഫുക്കുഹു ഇല്ലൽ അദ്ൽ. നാളെ പരലോകത്തേക്ക് വരുന്നത് സർവ്വ സൂപ്പർവൈസർമാരും, ഹെഡ് ഉത്തരവാദിത്തമുള്ള ആളുകൾ, നീതി ചെയ്യാത്ത മുഴുവൻ ആളുകളും കൈകൾ ചങ്ങലകളാൽ കഴുത്തിലേക്ക് പിടിച്ചു കെട്ടിയ അവസ്ഥയിലാണ്. ലാ യഫുക്കുഹു ഇല്ലൽ അദ്ൽ, നീതി ചെയ്താലല്ലാതെ ആ കെട്ടഴിയുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പരലോകത്തെ ചങ്ങലകളിൽ വരുന്ന ആളുകൾ ദുനിയാവിൽ ജോലിയിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ നീതി ചെയ്യാത്ത ആളുകളാണ്. തന്റെ കീഴിലുള്ള ആളുകൾക്ക് അർഹമായി നൽകാതിരിക്കുകയോ അവരുടെ ഹക്ക് പിടിച്ചു വെക്കുകയോ ചെയ്ത ആളുകൾ നാളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അല്ലാഹു ഹാജരാക്കും. യാ അല്ലാഹ്, അവലുഹാ മലാമ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം വഔസഖുഹു ഇസ്മുൻ ഇസ്മു ഔ ഔസഖഹു ഇസ്മുഹു, മനുഷ്യൻ ചെയ്ത തെറ്റുകളാണ് ചങ്ങലകളിൽ കെട്ടുകളിടാൻ കാരണം. അവലുഹാ മലാമ,
ഈ അധികാരത്തിന്റെ ആദ്യം ആക്ഷേപമാണ്, അതിന്റെ മധ്യം നദാമ സങ്കടമാണ്, നാളെ പരലോകത്ത് നാണക്കേടുമാണ്. ഇതിപ്പോ ആരാ ചിന്തിക്കുന്നത്? അവലുഹ മലാമ, ആദ്യമായി വരുന്ന ആക്ഷേപമായിരിക്കും. ഏത് പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജോ ഒഴിയാണെങ്കിൽ ആദ്യം കുറച്ച് ആക്ഷേപമാണ് കേൾക്കുക അല്ലെ. യാത്രപ്പിനൊക്കെ മുമ്പ് ഇവരത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, ചെയ്ത എത്രയോ ത്യാഗങ്ങൾ മനുഷ്യന്മാര് മറക്കും. ഔവലുഹ മലാമ, ആദ്യ ആക്ഷേപം ഉണ്ടാവുള്ളൂ. ഇത് ഏത് ജനറൽ കൂടി കൂടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇനി പറയാൻ ഹദീസിന്റെ അർത്ഥം. ഔവലുഹ മലാമ, ഏത് നേതൃത്വം നിങ്ങൾ ഏറ്റെടുത്താലും അതിന്റെ ആദ്യം ആക്ഷേപമാണ്. വൗസതുഹ നദാമ, പിന്നെ അതിന്റെ മധ്യഭാഗം സങ്കടം. എന്തിനാണ് ഇപ്പൊ ഞാനിതൊക്കെ ഏറ്റെടുത്തത്, വേണ്ടില്ലായിരുന്നു എന്ന സങ്കടപ്പെടല പിന്നെ വരിക. അത് നീതി ചെയ്യാത്ത ആളുകളാണെങ്കിൽ പറയാനുള്ള നാളെ പരലോകത്ത് നാണക്കേടുമായിരിക്കും, അപമാനമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ പറയുന്നത് ഗുരുതരമായൊരു വിഷയമാണ് ആക്കിലു റിബ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്തിനെ എടുത്തുകൊണ്ടുപോയൊരു വിഷയമാണ്. ആക്കിലു റിബ, മനുഷ്യൻ പലിശയിലേക്ക് പിടിച്ച് മുറുക്കി പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തആല കടുത്ത പരീക്ഷണം ഈ സമൂഹത്തിൽ നൽകിയിരിക്കുകയാണ്. മുസ്ലിമും അമുസ്ലിമും ഒന്നാകെ പലിശയിൽ ബന്ധിതരാണ്. പലിശയിൽ ബന്ധിക്കപ്പെട്ടാൽ വിഷയം എന്താണെന്നറിയോ? അല്ലാഹു സർവ്വ ബറക്കത്തും എടുത്തു കളയും. ശമ്പളം കിട്ടുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് അടച്ചു തീർക്കാനേ അവർക്ക് നേരുള്ളൂ. പടച്ച തമ്പുരാനെ, കൊല്ലം കുറയായി കടം വാങ്ങിയിട്ടും അല്ലാതെയും തീരുന്നില്ലല്ലോ. നാട്ടിൽ വീടെടുക്കാൻ വേണ്ടി ലോൺ എടുത്തതാ, കൊല്ലം 15 കഴിഞ്ഞു 20 കഴിഞ്ഞു, ഇപ്പോഴും അടച്ചു തീർന്നിട്ടില്ല അല്ലേ. സ്വർണം പണയത്തിന് വെച്ചതാ, കാലം വരെ പലിശ അടച്ചടച്ച് തോറ്റു, ഇതുവരെ അതിന് മുതലെടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ദുനിയാവിൽ വിഷമം, നാളെ പരലോകത്തെ സങ്കടം, അള്ളാഹുവിന്റെ ശിക്ഷയും അള്ളാഹുവിന്റെ കോപവും. പിന്നെ എങ്ങനെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? പരിശുദ്ധ ഖുർആൻ പറയുന്ന ഭാഗം നോക്ക്, സൂറത്തുൽ ബഖറയിൽ, അല്ലദീന യഅകുലൂന റിബ لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. വളരെ വ്യക്തമാണ് സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്ത്. നാളെ പരലോകത്തേക്ക് വരുന്ന ആളുകൾ, പരലോകത്തേക്ക് പുനർജന്മം നൽകപ്പെടുന്ന ആളുകൾ, പലിശ ഉപയോഗിച്ച ആളുകൾ വരുന്നത് പിശാചുബാധ ഏറ്റവനെ പോലെയാണ്. അപസ്മാര രോഗം സംഭവിച്ചുകൊണ്ടിരിക്കും, നടന്നുകൊണ്ടിരിക്കുകയും മഹ്ശറയിലേക്ക് വരികയാണ്. മഹ്ശറയിലേക്ക്, ഗ്രൗണ്ടിലേക്കുള്ള നടത്തം തന്നെ വർഷങ്ങളോളം എടുക്കുന്ന നടത്തമാണ്. ആ നടത്തത്തിൽ കുഴഞ്ഞു വീഴുകയാണ്. അപസ്മാര രോഗത്തിന്റെ എല്ലാം പ്രകടിപ്പിക്കും. പിശാചുബാധ ഏറ്റവനെ പോലെയാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നവരെ കണ്ടാൽ അറിഞ്ഞോ, അവർ ദുനിയാവിൽ പലിശ തന്നവരാണ്. അല്ലാഹു കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരട്ടെ. ഇനി ജീവിതത്തിൽ അത്തരം അബദ്ധങ്ങളോ തെറ്റുകളോ വരാതിരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹുവിനോട് കാവലിന് ചോദിക്കും മുഅ്മിനീങ്ങളെ. അല്ലദീന യഅകുലൂന റിബ, ആയത്ത് നോക്കൂ, അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്ന ആളുകൾ. അതുകൊണ്ട് പലിശയുമായി ഡയറക്റ്റ് ഇടപെടുന്ന ജോലികൾ മുസ്ലിമിന് പറ്റില്ലെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. ബാങ്കുകൾ, നോൺ ഇസ്ലാമിക് ബാങ്കുകൾ പലിശ ഇടപാടുകളാണ്, ഒരു സംശയവുമില്ല. നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ പലിശ ഇടപാടുകളാണ്. അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്നവർ. നമ്മൾ വീട് വെക്കാൻ എപ്പോഴും ഈ ഗൾഫുകാരായ പ്രവാസികളായ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് എന്ത് ചെയ്യും? ലോൺ എടുക്കും. വീട് എടുക്കാൻ ലോണാണ്, സ്ഥലം വാങ്ങിക്കാൻ ലോണാണ്. ഈ ലോൺ പലിശ ബാങ്ക് ആണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹറാമായ പ്രോപ്പർട്ടിയാണ്. നമ്മൾ വെക്കുന്ന വീട്, ആ വീടിന്റെ പെയിന്റും അതിന്റെ ചുമരും അതിന്റെ റൂഫും അതിന്റെ കമ്പിയും അതിന്റെ സിമെന്റും മണലും ഒക്കെ പലിശയുടെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ആ വീട്ടിലെങ്ങനെ സമാധാനം ഉണ്ടാവുക? ആ വീട്ടിലെ കുട്ടികളെ ഒളിച്ചുകൊണ്ടിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അവിടെ പിശാചാണ് ഇടപെടുന്നത്. പിന്നെ അവിടുത്തെ ചിന്തകൾ പൈശാചിക ചിന്തകളാണ്. ആ ചുമരുകൾ ഹറാമ് കൊണ്ട് പടുത്തുയർത്തപ്പെട്ടതാണ്. അതിന്റെ ഉള്ളിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ സംഭവിച്ചു പോയ തെറ്റാണ്. ആ വീടുകൾ ഇടിച്ചു പൊളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തൗബ ചെയ്ത് മടങ്ങിയേക്കും, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ഇനി ഒരിക്കലും തിരിച്ചു പോകില്ലെന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്യും. അള്ളാഹുവിനോട് കുറ്റമേറ്റു പറയും, പടച്ചവനെ ഞാൻ ചെയ്ത് വല്ലാതെ തെറ്റായിപ്പോയി റബ്ബേ. ഒരൽപ്പകാലത്തേക്കൊന്ന് കാത്തിരുന്നാൽ, ഒരൽപ്പം നമ്മളൊന്ന് ക്ഷമ പാലിച്ചിരുന്നാൽ അള്ളാഹു നൽകുമായിരുന്ന നിഅമത്ത് നമ്മൾ പെട്ടെന്ന് ധൃതിപ്പെട്ട് ചാടി നമ്മൾ മുമ്പോട്ട് എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. വീട് പൂർത്തിയാക്കാൻ ശമ്പളം കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ 10 കൊല്ലം എടുത്തത്. ആയിക്കോട്ടെ, 10 കൊല്ലം കൊണ്ട് പൂർത്തിയായിക്കോ, നമ്മൾ ആരോടും കരാറില്ലല്ലോ 2 കൊല്ലം കൊണ്ട് തീർക്കുന്നു.
നമ്മൾ ഈ 2 കൊല്ലം കൊണ്ട് വീട് പണി തീർക്കണമെന്ന് നമ്മൾ നിശ്ചയിച്ചതാണ്. അതിന് പിശാച് നമ്മെ പ്രേരിപ്പിച്ച് പെട്ടെന്ന് ലോൺ എടുത്തേക്ക്. എങ്ങനെ? പലിശ ലോൺ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ അത്തരം ആളുകൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. തൗബ ചെയ്ത് മടങ്ങിയേ പറ്റൂ. നാളെ പരലോകത്ത് വരുന്ന സമയം ഈ തൗബ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ, നമ്മൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, സ്വീകാര്യമായി തൗബയല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ, ഖബറിൽ എഴുന്നേറ്റ് മഹ്ശറിലേക്ക് നടക്കുന്ന നടത്തം മുഴുവനും അപസ്മാര രോഗികളെ പോലെയാണ് അവൻ പെരുമാറിക്കൊണ്ടിരിക്കെ. പിശാചുബാധ ഏറ്റവനെ പോലെയാണ്, പിശാചുബാധ ഏറ്റവനെ പോലെയാണ് നാളെ വരെ നടക്കുന്നത്. ലാ യഖൂമൂൻ, പരലോകത്ത് വരുമ്പോൾ അത് പ്രകടമായി കാണുക തന്നെ ചെയ്യും. ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. പലിശയും കച്ചവടവും ഒരുപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞതാണ് അതിന്റെ കാരണം. ഇന്നമൽ ബൈഉ മിസ്ലു റിബ, കച്ചവടം ചെയ്ത ലാഭം കിട്ടുന്നു, പൈസ കൊടുത്തിട്ട് പൈസക്ക് പൈസ ലാഭം. വട്ടിപ്പലിശ കൊടുക്കുന്ന ആളുകൾ, പലിശ ഏർപ്പാടുകൾ ചെയ്യുന്ന ആളുകൾ, അവരുടെ ന്യായം ഇത് കച്ചവടമാണെന്നാണ്. പക്ഷെ അല്ലാഹു പറയാണ് വഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അല്ലാഹു ഹലാലാക്കി, വഹറമ റിബ, പലിശ അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. പലിശയും കച്ചവടവും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നാണെന്ന് വാദിക്കല്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ അല്ലാഹുവിനെ ഭയപ്പെടുവിൻ. വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ നിങ്ങളുടെ പലിശടപാടുകൾ ഒഴിവാക്കിയേക്കണം, നിങ്ങൾ ഒഴിവാക്കിയേക്കണം. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിറങ്ങുന്ന സമയം അവർക്ക് കിട്ടാനുള്ള പലിശ അത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കി കളയിൻ, ഇനി നിങ്ങൾ വാങ്ങല്ലിൻ, അത് പഠിപ്പിക്കാനാ വദറൂ മാ ബഖിയ മിനർ റിബ എന്ന് പറയാൻ കാരണം. ഇനി പലിശയിൽ നിന്ന് ബാക്കിയുള്ളത് നിങ്ങൾ ഒഴിവാക്കിയേക്കും. ഇതിനർത്ഥം ഖുർആൻ പലിശ നിരോധിച്ചുകൊണ്ട് ഇറക്കിയ ആയത്താണ്. ഫഇല്ലം തഫഅലു, നിങ്ങൾ പലിശടപാട് നിർത്തിയില്ലെങ്കിൽ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രെഡിറ്റ് കാർഡുകളൊക്കെ വിളിച്ച് ചോദിച്ച് ഇടങ്ങാറാക്കി തരികയാണ് ബാങ്കുകൾ. വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വിളിക്കും അടുത്ത ബാങ്കുകാർ, നമുക്ക് ഇത്ര ഓഫർ ഉണ്ട്, ഈ പ്രീമിയം കാർഡ്, അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചിട്ട്. ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഉടനെ പറയാ ഐ ആം സോറി, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, ഫോൺ കട്ട് ചെയ്യുക. ഇതല്ലാതെ ഒരു 2 വർത്താനോട് പറഞ്ഞു തുടങ്ങിയാൽ അവർ നമ്മളെ കൊണ്ട് പിടിപ്പിക്കും. അതുപോലെയുള്ള സെയിൽസ് സ്ട്രാറ്റജികളാണ് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്. അങ്ങനെ അവർ മനുഷ്യനെ എങ്ങനെ ഇതിന് ഈ വലയിലേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അതൊക്കെ അവർ നമ്മളിൽ പയച്ചു നോക്കും. പിശാചാണത്, പിശാചിന്റെ ഉത്ബോധനമാണത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും. ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. പലിശ കൊണ്ട് ഇപ്പോ എനിക്ക് ജീവിതത്തിൽ ഒരു അനുഭവം തന്നെ ഒരാൾ പറഞ്ഞു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഭാഗത്തുള്ള ഒരാൾ അനുഭവം പറഞ്ഞു. ഉസ്താദെ, ഒരിക്കൽ കച്ചവടം തുടങ്ങി, പെണ്ണിന്റെ സ്വർണം പണയപ്പെടുത്തിയിട്ട് പണയം വെച്ചിട്ട് കച്ചവടം തുടങ്ങി. ആ കച്ചവടം പൈസ അങ്ങനെ വരുന്ന ഒരു ബർക്കത്തും കാണുന്നില്ല, ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും കൂടുകയാണ്, ഒരു ബർക്കത്തും കണ്ടില്ല. ആ കച്ചവടം സ്റ്റോപ്പ് ചെയ്തു. ആ സ്വർണം എടുത്തു. ആ സ്വർണം വിറ്റിട്ട് എന്ത് ചെയ്തു? ഞാൻ ഒരു കച്ചവടം തുടങ്ങി. ആ കച്ചവടം ഇന്നും തുടരുന്നു. അൽഹംദുലില്ലാഹ്, ഒരു ടെൻഷനും ഇല്ല. അള്ളാഹു നല്ല ബർക്കത്ത് തന്നു, ഒരു പ്രയാസമില്ല. അള്ളാഹുവിന്റെ നിഅമത്ത് എനിക്ക് അനുഭവിക്കാൻ പറ്റി എന്ന് അദ്ദേഹം പറയാം. പലിശ കൊണ്ട് തുടങ്ങിയ അനുഭവം ഉണ്ട്, പലിശ ഇല്ലാതെ തുടങ്ങിയതും. നമുക്ക് ഈ സ്വർണം പണയം വെക്കുന്ന ഏർപ്പാടുകൾ പലിശയുടെ ഏർപ്പാടുകളാണ്. ഒരു മനുഷ്യൻ അങ്ങേയറ്റം കുടുങ്ങുന്ന ഒരു അവസ്ഥയിലല്ലാതെ പറ്റില്ല. എങ്ങനെ കുടുങ്ങാന്ന് പറഞ്ഞ പന്നിമാംസം തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ. ജീവൻ നിലനിൽക്കാൻ വേറെ ഒരു ഫുഡും അവിടെ അവൈലബിൾ അല്ല. കള്ള് കുടിക്കാൻ പറ്റുന്ന പറഞ്ഞ അവസ്ഥ എന്താ? മരിക്കാൻ പോവാണ് ഇവൻ. ആ ഒരു ഗ്ലാസ് കള്ളേ ഇവിടെ ഉള്ളൂ, ഇതവൻ വായിലേക്ക് ഇറക്കിയില്ലെങ്കിൽ അവൻ മരിക്കുമെന്ന് ഉറപ്പാ. വേറെ ഒരു വെള്ളവും ഹലാൽ അവിടെ കിട്ടാനില്ല. അങ്ങനത്തെ അവസ്ഥ എന്നതുപോലെ ഹലാലുകൾ ഒരു നിലക്കും അയാളുടെ മുമ്പിൽ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരാൾ കുടുങ്ങിപ്പോയാൽ, അങ്ങനത്തെ ഒരു കുടുക്ക് എത്രയാണെന്നോ എങ്ങനെയാണെന്നോ വിശദീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് നിങ്ങൾക്കും പടച്ചവനും മാത്രമേ അറിയുള്ളൂ. അള്ളാഹു, ഞാൻ കുടുങ്ങിപ്പോയിരുന്ന റബ്ബേ, പടച്ചവന്റെ മുമ്പിൽ വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് അള്ളാഹുവിനോട് പറയാൻ പറ്റുന്നൊരു കാരണമുണ്ടെങ്കിൽ മാത്രമേ പലിശടപാടുകൾ ആ ഒരവസ്ഥയിൽ മാത്രം അള്ളാഹു പുറത്തിരുള്ളൂ. അല്ലാത്ത അവസ്ഥയിൽ ഒരിക്കലും അല്ലാഹു തആല ഓർക്കൂല. ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവും അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ യുദ്ധപ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ എന്താ നമ്മൾ, പിന്നെ ആരോടാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്?
നമ്മൾ എങ്ങനെയാ പിന്നെ ജയിക്കുക? എങ്ങനെ നമ്മുടെ ഉമ്മത്തിൽ ഖൈറുണ്ടാവുക? ലോക മുസ്ലിം സമൂഹങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ എങ്ങനെയാണ് സ്വലാഹ് ഉണ്ടാവുക? പലിശ ഇടപാടുകളിൽ നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ ഏർപ്പാടുകളും എല്ലാം വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാത്ത ആളുകൾ ഈ സദസ്സിൽ നിന്ന് കൈവക്കിയാട്ടെ. കാർഡ് ഉപയോഗിക്കാത്തവർ അൽഹംദുലില്ലാഹ്, ഇത് വലിയ മനോഹരമായ തീരുമാനമാണ്. ഇത് ജീവിതത്തിൽ സാധിക്കുമെന്നതിന്റെ തെളിവ് കൂടിയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുടുങ്ങിപ്പോയ ആളുകൾക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ. പശ്ചാത്തപിക്കാനുള്ള മനസ്സ് അല്ലാഹു തരട്ടെ. ഇനി ഒരിക്കലും ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നാൽ പലിശയുടെ ഏർപ്പാടുകളിലേക്ക് എത്താത്ത അവസ്ഥയിൽ ഹലാൽ കൊണ്ട് അല്ലാഹു നമുക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പലിശയിൽ നിന്ന് ആളുകൾ വരുന്ന രൂപമാണ് ഖുർആൻ പറയുന്നത്, ലാ യഖൂമൂൻ ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധയേറ്റ പോലെ പരലോകത്തേക്ക് വരുന്നവർ. നിസ്കാരം ഇഗ്നോർ ചെയ്ത ആളുകൾ വരുന്ന രൂപം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസ്കരിക്കാത്ത ആളുകൾ, നിസ്കാരം ഒഴിവാക്കിയ ആളുകൾ, മൻ ശഗലതുഹു ഇമാറതുഹു അനിസ് സ്വലാ, തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിന്റെ തിരക്ക് കൊണ്ട് നിസ്കരിക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ആളുകൾ അവര് വരുന്നത് ഒരു സംഘത്തിന്റെ കൂടെയാണ്. ആ സംഘത്തിന്റെ നേതാവ് ഫിർഔനുൽ ലഈനാൻ, മൂസ നബി അലൈഹിസ്സലാമിന്റെ ശത്രു, അല്ലാഹുവിന്റെ ശത്രുവായ ഫറോവയുടെ ഒരു സംഘം വരും. ആ സംഘത്തിലുണ്ട് തന്റെ അധികാരത്തിന്റെ തിരക്ക് കൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്തവർ. വമൻ ശഗലതുഹു അംവാലുഹു അനിസ് സ്വലാ ഫശറ മഅ ഖാറൂൻ, ബിസിനസ്സുകളും തന്റെ സമ്പത്തുമാണ് നിസ്കാരത്തിന് തടസ്സമായത്. അങ്ങനെ വരുന്ന ആളുകൾ ഖാറൂനിന്റെ സംഘത്തിലാണ്. ഖാറൂൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ ഒരു മുതലാളിയാണ്, പാവപ്പെട്ട ആളായിരുന്നു. മൂസ നബിയോട് ചോദിച്ചതാ, മൂസ നബിയെ, ഇന്ന ഖാറൂന ഖാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹി. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളാണ്, പാവമായിരുന്നു, സമ്പത്തില്ലാത്ത ആളാണ്. മൂസ നബി ഒന്ന് ദുആ ഇറക്കണം സമ്പത്തുണ്ടാവാൻ. അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഇയാൾക്ക് സമ്പത്ത് അല്ലാഹു ഒരുപാട് കൊടുത്തു. പിന്നെ അവസാനം പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇത് എന്റെ വിവരം കൊണ്ടും എന്റെ വിദ്യാഭ്യാസം കൊണ്ടും ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ സ്വതക്ക തരില്ല, സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അവനെയും അവന്റെ വീടും ഭൂമിയിലേക്ക് ഞാൻ ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖാറൂൻ, ഹാറൂൻ എന്ന് പറഞ്ഞ മൂസ നബി അലൈഹിസ്സലാമിന്റെ സഹോദരനാണ് അലൈഹിസ്സലാം. ഹാറൂൻ അലൈഹിസ്സലാം നബിയാണ്. ഹാറൂൻ ദുഷ്ടനായ ഒരു മനുഷ്യനാണ്. സമ്പത്തിന്റെ തിരക്കുകൊണ്ട്, ബിസിനസിന്റെ തിരക്കുകൊണ്ട് നിസ്കാരമില്ല, ജോലി തിരക്കുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളാണ്. സമ്പത്ത് കിട്ടാനുള്ള, നമ്മുടെ ശമ്പളം കിട്ടാനുള്ള വഴികളാണ്. ആ കാരണങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ വരുന്ന സംഘം ഖാറൂനിന്റെ സംഘമാണ്. അധികാരം കൊണ്ട് നഷ്ടപ്പെട്ടവർ ഫറോവയുടെ സംഘത്തിൽ കാണും. പിന്നെ വമൻ ശഗലതുഹു വസാറതുഹു അനിസ് സ്വലാ, ഒരു മനുഷ്യൻ താൻ ചെയ്ത മന്ത്രിപ്പണി കാരണം, വിസാറത്ത് എന്ന് പറഞ്ഞാൽ വസീറാവുക, മന്ത്രിയാവുക, ആ ജോലി കാരണം നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ ഫറോവയുടെ മന്ത്രിയായിരുന്ന ഹാമാനിന്റെ കൂടെയാണ്. വമൻ ശഗലതുഹു തിജാറതുഹു അനിസ് സ്വലാ ഫശറ മഅ ഉബയ്യ് ഇബ്നു ഖലഫ്, ദുഷ്ടനായ മുനാഫിക്കുകളുടെ നേതാവായിരുന്ന ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യന്റെ കൂടെയാണ് കച്ചവടക്കാരായ നിസ്കരിക്കാത്തവർ കടന്നു വരികയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഹാഫള അല സ്വലാഹ്, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർ, കാനതു ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തന്റെ നിസ്കാരം പ്രകാശവും തനിക്ക് ലക്ഷ്യവും തനിക്ക് വിജയവുമായിരിക്കും. വമൻ ലം യുഹാഫിദ് അലൈഹാ, നിസ്കാരം നിലനിർത്താത്ത ആളുകൾക്ക് ലം തകുൻ ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ വഹുശറ യൗമൽ ഖിയാമത്തി മഅ ഫിർഔന വഹാമാന വഖാറൂൻ വഉബയ്യ് ഇബ്നു ഖലഫ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സകാത്ത് കൊടുക്കാത്ത അവസ്ഥകൾ, സകാത്തിന്റെ സമ്പത്ത് മുഴുവനും ഭീമാകാരമായ സ്വഭാവമുള്ള ഒരു പാമ്പിന്റെ സർപ്പത്തിന്റെ അവസ്ഥയിലേക്ക് മാറി സകാത്ത് കൊടുക്കാതെ സമ്പത്ത് സൂക്ഷിവെച്ച് ആളുകളെ നാളെ പരലോകത്ത് ഈ സർപ്പങ്ങൾ വിഴുങ്ങി അവരെ കടിച്ചു മുറിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ സാഹിബ കൻസിൻ ലാ യഫ്അലു ഫീഹി ഹഖ്ഖഹു ഇല്ലാ ജാഅ കൻസുഹു യൗമൽ ഖിയാമ ശുജാഅൻ അഖറ, കടുത്ത വിഷലിപ്തമായ പാമ്പായിട്ട് അവരുടെ സ്വർണവും ഖനികളും അവരുടെ സമ്പത്തും നാളെ മാറുമെന്നാണ്.
സക്കാത്തിനെ സംബന്ധിച്ച് ഇപ്പോഴൊക്കെ കുറെ ആളുകൾക്ക് ബോധം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഉസ്താദന്മാരോടൊക്കെ സംശയങ്ങൾ തീർക്കാറുണ്ട്. സക്കാത്ത് സ്വർണത്തിലും വെള്ളിയിലും സക്കാത്ത് വരുന്നുണ്ട്, കച്ചവടത്തിലും സക്കാത്ത് ഉണ്ട്, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ മിക്കതിലും സക്കാത്ത് ഉണ്ടെന്ന് പ്രബല അഭിപ്രായത്തിൽ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക. സക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ സാധാരണഗതിയിൽ സ്വർണത്തെ സംബന്ധിച്ച് നമ്മൾ പറയാം. സ്വർണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 10.5 പവൻ സ്വർണം അല്ലെങ്കിൽ അതിലേറെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ, സൂക്ഷിച്ചു വെക്കുന്നത് ആഭരണമായിട്ട് അണിയാനല്ല, അല്ലെങ്കിൽ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം മാറ്റിവെച്ച് പിന്നെ ധരിക്കാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചതല്ല, നമ്മൾ ഒരു പൈസയായി സൂക്ഷിച്ചു. ബിനിയത്തിൽ ഇദ്ദിഖാർ, പ്രത്യേകമായി നമ്മുടെ ഫിഖഹിന്റെ കിതാബൊക്കെ പറയുന്നുണ്ടല്ലോ, ബിനിയത്തിൽ ഇദ്ദിഖാർ, സൂക്ഷിച്ചു വെക്കാനുള്ള ഉദ്ദേശത്തിൽ നമ്മൾ മാറ്റിവെച്ചു. 1 വർഷം പൂർത്തിയായാൽ, അറബ് മാസപ്രകാരം 1 വർഷം പൂർത്തിയായാൽ ആ 10.5 പവൻ അതിന്റെ മുകളിൽ എത്ര ഉണ്ടോ അതിന്റെ 2.5%, 2.5% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. 2.5% സക്കാത്താണ്. 10-20 പവനുണ്ട്, നമ്മള് പൈസ സ്വർണ്ണല്ലേ, അതൊരു വരുമാനമായിട്ട് കിടന്നോട്ടെ, സ്വർണ്ണല്ലേ ഒരു ക്യാപിറ്റലായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നത്. അത് വീട്ടിൽ വെച്ചതാകാം, ലോക്കറിൽ വെച്ചതാകാം, എവിടെയെങ്കിലും സൂക്ഷിക്കാൻ കൊടുത്തതാവാം. നമ്മൾ സമ്പത്തായിട്ട് മാറ്റി വെക്കുന്നത് അതോ അതിന്റെ മൂല്യമോ? വെള്ളിയുടെ സക്കാത്തിന്റെ മൂല്യം ഉണ്ടായാൽ സ്വർണത്തിൽ സക്കാത്ത് വേണ്ടി വരുമെന്ന ഉലമാഇന്റെ അഭിപ്രായക്കാരുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ഉലമാ നമ്മുടെ കറൻസികളൊക്കെ അതിന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത് സ്വർണവുമായി ബന്ധപ്പെടുത്തിയിട്ട്, അതുകൊണ്ട് ക്യാഷിലുള്ള സക്കാത്ത് സക്കാത്തിന്റെ സ്വർണത്തിന്റെ സക്കാത്താണോ അല്ലെങ്കിൽ വെള്ളിയുടെ കണക്കനുസരിച്ചാണോ കൊടുക്കേണ്ടത്? അഭിപ്രായ വ്യത്യാസമുണ്ട്. വെള്ളിയുടെ കണക്ക് പ്രകാരം കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും വളരെ മിനിമം എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. അത് ഇൻഷാ അല്ലാഹ് ചോദിച്ച് മനസ്സിലാക്കാം. സ്വർണത്തിന്റെ കണക്ക് പ്രകാരമാണ് വരികയെന്ന് ബഹുഭൂരിപക്ഷം ഉലമാഇന്റെ അഭിപ്രായം. കാരണം കറൻസികളൊക്കെ ഇന്ന് വാല്യൂ ചെയ്യപ്പെടുന്നത് സ്വർണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ 10.5 പവൻ സ്വർണത്തിന്റെ മൂല്യമുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചാൽ, ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചു, 1 വർഷത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചു എങ്കിൽ 1 വർഷം തികയുമ്പോൾ അതിന്റെ 2.5%, 2.5% സക്കാത്ത് കൊടുക്കാൻ. കച്ചവടക്കാർക്ക് സക്കാത്ത്, അവരുടെ ക്യാപിറ്റലൊക്കെ ലാഭം മറ്റു കാര്യങ്ങൾ കണക്കാക്കി ഈ സ്വർണത്തിന്റെ കണക്കുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അത് ഉള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് സംശയങ്ങളൊക്കെ തീർത്ത് ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് സക്കാത്ത് കൊടുക്കാനുള്ള കൊടുത്തു തീർക്കുക. നമ്മുടെ വീട്ടിൽ സക്കാത്ത് കൊടുക്കാൻ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, കൊടുത്തു തീർത്തില്ലെങ്കിൽ നാളെ പരലോകത്ത് കടുത്ത ശിക്ഷ അനുഭവിക്കാൻ പോകുന്ന കുറ്റകരമാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ താക്കീത് ചെയ്തിട്ടുള്ള ഒരു വിഷയം, വമാ ഉൻസില അലയ്യ ഫിൽ ഹുംരി ശൈഉൻ ഇല്ലാ ഹാദിഹിൽ ആയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഹദീസാണിത്. മനുഷ്യന്റെ സമ്പത്ത്, സക്കാത്ത് കൊടുക്കേണ്ട സക്കാത്ത് കൊടുത്തേ പറ്റൂ. മനുഷ്യന്റെ സമ്പത്ത് എങ്ങനെയാണ്? അൽ ഖൈലു സലാസ, കുതിര, ഒരാളെ 3 വിധത്തിലാണ് ഒരു കുതിരയുടെ അവസ്ഥ. കുതിര എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രധാനപ്പെട്ട വാഹനമാണ്. അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറ്റമാണ്. ഒരാളുടെ വാഹനം ഒരാൾക്ക് കുറ്റായിരിക്കും, ഒരാൾക്ക് കുറ്റം വരും. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് മറയാണ്. അത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം കൂലി കിട്ടുന്ന വിഷയമാണ്. നമ്മുടെ സമ്പത്തുകൾ ഉപയോഗിക്കേണ്ട രീതിയാണ് പറയുന്നത്. മനുഷ്യന്റെ കുറ്റം കിട്ടുന്ന രീതി, മുസ്ലിമീങ്ങളോട് അഹങ്കാരമോ, മുസ്ലിമീങ്ങളോട് താൻപോരിമയോ, മുസ്ലിമീങ്ങളോട് ഞാൻ ആരൊക്കെയാണെന്ന തോന്നലോ നടിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന അവന്റെ കുതിര എന്ന് പറഞ്ഞാൽ അവന്റെ വാഹനം, അവന്റെ വീട്, അവന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യൻ അഭിമാനം നടിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അവന് കുറ്റം കിട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇനി ഒരാളുടെ വാഹനം അയാൾക്ക് സിത്റാകുന്നത്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചു കെട്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ തന്റെ വാഹനം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊടുത്തത്. في مرج وروضة فما أكلت من ذلك المرج أو الروضة من شيء إلا كتب له حسنات. തന്റെ വാഹനം, തന്റെ കുതിര തിന്നുന്ന പച്ചപ്പുല്ലുകൾ ഇയാൾക്ക് പിന്നെ നന്മയാണ്, ഹസനാത്താണ്. ഹലോ, പെട്രോൾ അടിക്കുന്നത് പിന്നെ കൂലുള്ള കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഉപയോഗിക്കുന്ന വാഹനമാണ്. പിന്നെ പറഞ്ഞു
അടുത്ത ഒരാൾ മുഴുവൻ സമയവും فما أكلت من ذلك المرجع بالروضة من شيء إلا كتب له عدد ما أكلت حسنات وكتب له عدد أوراثها وأبوالها حسنات. അതിന്റെ ഏതെല്ലാം വേസ്റ്റുകൾ ഉണ്ടോ അതിന്റെ ഡ്രോപ്പിംഗ്സ് പോലും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നന്മയാണ്. കുതിരയെ സംബന്ധിച്ച് വിവരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മുടെ ജീവിതത്തിൽ വാഹനത്തിന്റെ അവസ്ഥയിലേക്ക് അതിനെ മാറ്റി മനസ്സിലാക്കണം. ولا تقطع طولها فاستنت شرفا أو شرفين إلا كتب الله له عدد آثارها وأرواثها حسنات ولا مر بها صاحبها على نهر فشربت منه ولا يريد أن يسقيها إلا كتب الله له عدد ما شربت له حسنات. رسول الله صلى الله عليه وسلم തങ്ങൾ പറയുന്നു, ഏത് അവസ്ഥയിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, തന്റെ ഏത് അനക്കവും അടക്കവും യാത്ര പോകുന്നതും നിർത്തുന്നതും എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നീക്കിവെച്ച ഒരു വാഹനം ഇൻഷാ അല്ലാഹ് അതുകൊണ്ടൊരു മനുഷ്യന് നന്മ ലഭിക്കും, കൂലി ലഭിക്കും. അതിന്റെ തീറ്റയും ഒരു കുതിരയാണെങ്കിൽ തിന്നുന്നതും അതിന്റെ വിസർജ്യവും അത് വെള്ളം കുടിക്കുന്നതും അത് കുന്നു കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം നന്മയാണ്, കൂലിയാണ്, സിത്റാണ്, നരകത്തിൽ നിന്നുള്ള മറയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ വമൻ മാത തംനഉ വലദഹാ ഫദിയഹാ ഖറജത് മിൻ ഖബ്രിഹാ തൻഹശു സദിയഹാ അൽ ഹയ്യാത്ത്. പാമ്പ് വിഴുങ്ങുമെന്ന് പറഞ്ഞത് സമ്പത്ത് കൂട്ടിവെച്ച ആളുകളെ സംബന്ധിച്ചാണ്. ഇതേപോലെ പാമ്പിന്റെ കടിയേറ്റ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മറ്റൊരു അവസ്ഥ ഒരു മാതാവിന് സംഭവിച്ചേക്കും, ഒരു പെണ്ണിന് സംഭവിച്ചേക്കും. വമൻ മാതത്, ഒരു പെണ്ണ് മരിച്ചു, തംനഉ വലദഹാ സദിയഹാ, തന്റെ കുഞ്ഞിന് മുല കൊടുക്കാതെ, തന്റെ കുഞ്ഞിന് മുലപ്പാൽ നൽകാതെ പിടിച്ചു വെച്ച ഒരു ഉമ്മ. ശരീര സൗന്ദര്യം നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടോ മറ്റെന്തെങ്കിലും ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടോ സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതെ മരിച്ചുപോയ ഒരു പെണ്ണ് ഖറജത മിൻ ഖബ്രിഹാ, അവരുടെ ഖബറിൽ നിന്ന് അവൾ എഴുന്നേൽക്കുന്നത് തൻഹശു സദിയൈഹൽ ഹയ്യാത്ത്, അവരുടെ സ്തനങ്ങൾ പാമ്പുകൾ കടിച്ചു കീറുന്ന അവസ്ഥയിലായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം ഒരുപാട് ക്യാമ്പയിൻ ചെയ്തിട്ടാ ഇന്ന് ലോകാരോഗ്യ സംഘടനയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും ഡോക്ടർമാരൊക്കെ എപ്പോ ചെന്നാലും ചോദിക്കൂലേ, കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നുണ്ടോ, ബ്രസ്റ്റ് ഫീഡിംഗ് ആണോ അല്ല ആർട്ടിഫിഷ്യലാണോ ചെയ്യുന്നത് എന്നൊക്കെ. അത് ഏറ്റവും ഉപകാരമുള്ളതാണെന്നും ഒരു ഉമ്മയും തന്റെ കുഞ്ഞിന് മുലപ്പാൽ നിഷേധിക്കരുതെന്നും പറയുന്ന ഹദീസാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد وعلى آل سيدنا محمد وبارك وسلم عليه. من سأل وهو غني عن المسألة يحشر يوم القيامة وهي خموش في وجهه. നാളെ പരലോകത്ത് മുഖത്ത് മുറിവുകളുമായി വരുന്ന ചില ആളുകളുണ്ട്. മുഖത്ത് മുറിവുകളാണ്. ആരാണെന്ന് അറിയുമോ? മൻ സഅല വഹുവ ഗനിയ്യുൻ, സമ്പത്തുണ്ടായിരിക്കെ യാചിച്ചവരാ. മൻ സഅല, പിരിവ് നടത്തി, യാചന നടത്തി, വഹുവ ഗനിയ്യുൻ, അയാൾ സമ്പന്നനാണ്, അയാൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ യാചിച്ചു. യാചന ചെയ്യുന്ന ആൾ വഹുവ ഗനിയ്യുൻ അനിൽ മസ്അല, അങ്ങനെ ഒരു യാചിക്കേണ്ട ഒരു അവസ്ഥ അയാൾക്കില്ലായിരുന്നു. ഇപ്പൊ കല്യാണത്തിനൊക്കെ, ഇപ്പൊ പാവപ്പെട്ട ആളുകളുടെ വിവാഹങ്ങൾക്കൊക്കെ നമ്മള് അവരെ കുറിക്കല്യാണം വെക്കുന്ന ഏർപ്പാടൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട് അല്ലെ. അത് പിന്നെ ബാധ്യതയായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു പൈസയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ പൈസ വേണമെന്ന് ആളുകളോട് എഴുതി ചോദിച്ച് നാട്ടിലും ഗൾഫിലും ഒക്കെ ആളുകൾക്ക് കത്തെഴുതി പൈസ എവിടെ, കല്യാണത്തിലുള്ള പൈസ, 2 കുട്ടികളെ കെട്ടിക്കാനുള്ള പൈസ ഒരുപക്ഷെ അവർക്ക് മറ്റു വഴിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ഇടനിലക്കാരായ കുടുങ്ങിപ്പോകുന്നത്. വളരെ പാവപ്പെട്ട ആളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ പൈസ ബാക്കിയാണ്, പക്ഷെ ഇടത്തരക്കാരായ ഗൾഫുകാരെ വിശേഷിച്ചും ഇടക്ക് കുടുങ്ങിപ്പോവാൻ ആരുടെ സഹായിക്കില്ല, എന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. പൈസ ഉണ്ടായിരിക്കെ യാചിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ യാചന പോലെ നടിക്കുന്നത്, പൈസ കിട്ടിയ തിരക്കേടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്, ഇതൊക്കെ യാചനയുടെ ഭാഗമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ മുഖത്ത് ഇരുമ്പുകൊണ്ട് മുഖത്ത് വലിച്ചു കീറിയ പോലെയുള്ള ഖുമൂഷ്
അടയാളങ്ങൾ മുഖത്ത് വരുത്തിയിട്ടാണ് പരലോകത്തേക്ക് അവർ വരുന്നത്. മൻ സഅല മസ്അലതൻ വഹുവ അൻഹാ ഗനിയ്യുൻ കാനത് ശൈനൻ ഫീ വജ്ഹിഹി യൗമൽ ഖിയാമ. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ മുഖത്ത് കറുത്ത അടയാളങ്ങൾ, വികൃതമായ പാടുകളുള്ള ആളുകളുണ്ട്. അവർ യാചന ചെയ്ത ആളുകളാണ്. അവരുടെ മുഖത്ത് നോക്കിയാൽ അത് മനസ്സിലാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നായിഹ എന്ന് പറയുന്നത് മരണശേഷം ആർത്ത് നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങൾക്കാണ്. അന്ന് പെണ്ണുങ്ങളാണ് അത് ചെയ്തിരുന്നത്. കാരണം പ്രീ ഇസ്ലാമിക് പീരീഡിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുമായി വരുന്ന കാലഘട്ടത്തിന്റെ മുമ്പ് വാടകയ്ക്ക് ആളുകളെ കൊണ്ടുവന്ന് കരയിപ്പിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. നായിഹ എന്നാണ് പറയാ. അങ്ങനെ കരയുന്നത് കുറ്റകരമാണ്. മരിച്ചു കഴിഞ്ഞാൽ നെഞ്ചത്തെടുത്ത് പെണ്ണുങ്ങളാണ് പ്രത്യേകിച്ച് അത് ചെയ്യുക. അവർക്ക് സഹിക്കാൻ. പെട്ടെന്ന് ഭർത്താവ് മരിച്ചു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, കുട്ടി മരിച്ചു, അങ്ങനെയൊക്കെ സംഭവിക്കാം. ലോകം, നമ്മൾ ജീവിക്കുന്ന ലോകം അതാണ്. നിയാഹത്ത് ചെയ്യാൻ പാടില്ല. അക്ഷമ കാണിച്ച്, നെഞ്ചത്തടിച്ച്, നിലവിളിച്ച്, മുടി പുറത്ത് കാണിച്ച്, ജട പിടിച്ച്, വികൃതമായ രൂപത്തിൽ ക്ഷമ കാണിക്കാതെ അള്ളാഹു വരുത്തി വെച്ച അള്ളാഹുവിന്റെ ഈ ബലായിൽ, ഈ ഇബ്തിലായിൽ, പരീക്ഷണത്തിൽ ക്ഷമിക്കാതെ അക്ഷമ കാണിച്ച് നിലവിളിച്ച് കരയുന്നവർ തീർച്ചയായും അത് അവർക്ക് ഉപദ്രവം ചെയ്യും. അത് മാത്രമല്ല, നാളെ ഖബറിൽ, ദുനിയാവിലല്ല, നാളെ ഖബറിലും നാളെ പരലോകത്തും അതിന്റെ ശിക്ഷ അള്ളാഹു വേറെയും നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്റുജു നായിഹതു മിൻ ഖബരിഹാ. ഖബറിൽ നിന്ന് നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങൾ പുറത്തേക്ക് വരുന്നത് ശഅദാഅ ഗബറാഅ മുസ്വദ്ദത്തൽ വജ്ഹി. മുടി ജട പിടിക്കുകയും പൊടി പിടിക്കുകയും ചെയ്ത് മുഖം കറുത്തുകൊണ്ടാണ്. സഖാഅൽ ഐനൈൻ. കണ്ണുകൾക്ക് നീല നിറം ഭാവിച്ചു വന്നുകൊണ്ട്. സായിറത്ത ശഅരി. മുടിയെല്ലാം പാറിപ്പറഞ്ഞുകൊണ്ട്. ഖാലിഹത്തൽ വജ്ഹി. മുഖം കറുത്തിരുണ്ടു പോയിട്ട്. അലൈഹാ ജിൽബാബും മിൻ ലഅനത്തില്ലാഹ്. അല്ലാഹുവിന്റെ ശാപത്തിന്റെ ജിൽബാബ് അണിഞ്ഞുകൊണ്ടാണ്. വദർഉം മിൻ ഗളബില്ലാഹ്. അല്ലാഹുവിന്റെ കോപത്തിന്റെ പടയം അണിഞ്ഞുകൊണ്ടാണ്. ഇഹ്ദാ യദൈഹാ മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹാ. അവരുടെ ഒരു കൈ നെറ്റിയിലേക്ക്, അവരുടെ കഴുത്തിലേക്ക് പിടിച്ചു വെക്കപ്പെട്ട അവസ്ഥയിലാണ്. വൽഉഖറാ ഖദ് വളഅതഹാ അലാ റഅസിഹാ. മറ്റൊന്ന് തന്റെ തലയുടെ മുകളിൽ വെച്ചിട്ട് വഹിയ തുനാദി. അവൾ ഇങ്ങനെ വിളിച്ചു പറയും, യാ വൈലാ, എന്റെ നാശമേ, വയാ സുബൂറാ, എന്റെ സങ്കടമേ, എന്റെ ശാപമേ, വയാ ഹുസ്ന വമലികുൻ വറാഅഹാ യഖൂൽ വമലകുൻ വറാഅഹാ യഖൂൽ. അവളുടെ പിറകുന്ന ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ആമീൻ ആമീൻ, ശാപമുണ്ടാകട്ടെ, ആമീൻ ആമീൻ എന്ന് മലക്ക് വിളിച്ചു പറയും. ثم يكون من بعد ذلك حظها من النار. അതിനുശേഷം നരകത്തിൽ നിന്ന് അനുഭവിക്കേണ്ട ശിക്ഷ അവർക്ക് നൽകപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം തങ്ങൾ കിതാബുൽ ജനായിസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ മഅന വേറെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോ നിലവിളിച്ച് കരയരുത്. ആണുങ്ങളും ചെയ്യരുത്, പെണ്ണുങ്ങളും ചെയ്യരുത്. എന്താ നമ്മൾ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സങ്കടപ്പെടും, കണ്ണുനീര് വരും, അതിന് കുഴപ്പമില്ല. കരഞ്ഞു കരഞ്ഞ് ഉറക്കം വരാത്ത അവസ്ഥ വരും, കുഴപ്പമില്ല. കരഞ്ഞു കരഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, സങ്കടം വർദ്ധിക്കും, അതൊക്കെ സംഭവിച്ചേക്കും. പക്ഷേ പടച്ചോനെ, നീ എന്റെ കുട്ടിനെ കൊണ്ടുപോയല്ലോ, നീ എന്തിന് നിന്നോട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത്, ആർത്ത് കരയുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യാൻ പാടില്ല. അത് കുറ്റകരമാണ്. നാളെ പരലോകത്ത് അവർ വരുന്ന രൂപം ഇങ്ങനെയാണ്. അസ്സക്റാനു വശാരിബുൽ ഖംർ. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ദാഹിച്ചു വരുന്ന ആളുകൾ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരാണ്, മദ്യപിക്കുന്ന ആളുകൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, ഇൻടോക്സിക്കന്റ് ഉപയോഗിക്കുന്നവർ, ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഏറ്റവും കടുത്ത ദാഹത്തിലാണ് പരലോകത്തിലേക്ക് വരിക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ശരിബൽ ഖംർ അതാ അത്ശാനൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ദാഹിച്ചവശനായി വരുന്ന ആൾ ദുനിയാവിൽ ഖംർ കുടിച്ചവരാണ്. അലാ, അറിയണം, ഫകുല്ലു മുസ്കിരിൻ ഖംറുൻ. എല്ലാ ഇൻടോക്സിക്കൻസും ഖംറാൻ. മയക്കുന്ന ഏത് സാധനവും അതിന് ഖംർ എന്നാണ് പറയുക. വകുല്ലു ഖംറിൻ ഹറാം. എല്ലാ ഖംറും ഹറാമുമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു തവണ അത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു, അല്ലെ? തിന്മകൾ ചെയ്യാൻ ആദ്യത്തെ തിന്മയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രാവശ്യം കണ്ടുപിടിച്ചു, പിന്നെ രണ്ടാമത് കുടിക്കാൻ പ്രയാസമല്ല. ഒരിക്കൽ വ്യഭിചരിച്ചു, അവന് രണ്ടാമത്തേത് പ്രശ്നമാകുന്നു. ഒരിക്കൽ പലിശടപാട് ചെയ്തു, പിന്നെ അടുത്തതിന് പ്രശ്നമാകുന്നില്ല. ആദ്യത്തെ തവണ പെട്ടുപോകാതെ കാക്കുക, ആദ്യത്തെ തവണ സംഭവിക്കാതെ കാക്കുക. ജീവിതകാലം മുഴുവനും നമുക്കത് സംരക്ഷണം ലഭിച്ചേക്കും. ഇൻടോക്സിക്കൻസ്,
ചില ബിയറുകളിൽ ആൽക്കഹോൾ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബിയർ കുടിക്കാൻ പറ്റുന്നൊക്കെ മൂത്രച്ചൂടെന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്ന മനുഷ്യന്മാരുണ്ട് അല്ലേ? ഹറാമാണ്. അതിലൊക്കെ 0.something ഒക്കെ ആൽക്കഹോളിന്റെ പെർസെന്റേജ് കാണാൻ പറ്റും. എത്ര വളരെ മൈന്യൂട്ട് ആയിരിക്കെ ആൽക്കഹോൾ ഉണ്ടോ അത് നമുക്ക് കുടിക്കൽ ഹറാമാണ്, കഴിക്കൽ ഹറാമാണ്, വളരെ കുറ്റകരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളിൽ, വിവാഹങ്ങളിൽ, സദ്യകളിൽ അള്ളാഹു തആല ആദരിക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയും ചെയ്യുന്ന നിക്കാഹിന്റെ ആ മുഹൂർത്തങ്ങളിൽ വരെ മദ്യപിക്കുന്ന അവസ്ഥയൊക്കെ സംഭവിച്ചാൽ എന്താണ് കല്യാണത്തിന്റെ അവസ്ഥ? എന്താണ് ആ വീട്ടിന്റെ അവസ്ഥ? നമ്മുടെ വീടുകളിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർ മദ്യപിക്കുന്ന അവസ്ഥ വന്നാൽ അല്ലാഹു തആല സൽബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ലാ യഅദിലു ബൈന സൗജത്തൈ, രണ്ട് ഭാര്യമാരുള്ള ആളുകൾക്കാണ് ഈ വിഷയം. തന്റെ രണ്ട് ഭാര്യമാരുണ്ടായിരിക്കെ അതിൽ ഏതെങ്കിലും ഒരാളോട് മാത്രം അനുകൂലമായി നിൽക്കുകയും മറ്റൊരാളോട് ദേഷ്യം കാണിക്കുകയോ നീതി കാണിക്കുകയോ ചെയ്യാതിരിക്കുന്ന ആളുകൾ അവരുടെ ഒരു ഭാഗം നാളെ ചെരിഞ്ഞുകൊണ്ടാണ് നാളെ പരലോകത്തേക്ക് വരുന്നത്. മൻ കാനത ലഹു സൗജതാൻ ഫലം യഅദിൽ ബൈനഹുമാ, രണ്ട് ഭാര്യമാരുണ്ടായിരിക്കെ അവർക്കിടയിൽ നീതി പാലിച്ചില്ലെങ്കിൽ ജാഅ യൗമൽ ഖിയാമ വശിഖുഹു സാഖിതുൻ, തന്റെ ഒരു ഭാഗം ചെരിഞ്ഞ് താഴെ വീഴുന്ന പോലെയാണ് വരികയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വരുന്ന വിഭാഗം അൽ മുതകബ്ബിറൂൻ, വളരെ ചെറിയ മനുഷ്യന്മാരെ കാണാൻ പറ്റും പരലോകത്ത്. എറുമ്പുകളെ പോലെ ചെറുതായ മനുഷ്യന്മാർ, വളരെ ചെറിയ ആളുകൾ, ഉരുണ്ടിരുണ്ട് വരുന്ന പോലെ ഒരു കൂട്ടം ആളുകൾ നാളെ മഹ്ശറായിൽ എറുമ്പും കൂട്ടങ്ങളെ പോലെ വരുന്നവർ. അവരാരാണെന്ന് അറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാല അദ്ദർരി ഫീ സുവരി റിജാൽ യഗ്ശാഹും അദ്ദുല്ലു മിൻ കുല്ലി മകാൻ. നാളെ പരലോകത്തേക്ക് വരുന്ന യുഹ്ശറുൽ മുതകബ്ബിറൂൻ യൗമൽ ഖിയാമ, അഹങ്കാരം നടിച്ചിരുന്ന ആളുകൾ അന്ത്യനാളിലേക്ക് വരുന്നത് അംസാല അദ്ദർരി ഫീ സുവരി റിജാൽ, പുരുഷന്മാരുടെ മനുഷ്യന്മാരുടെ രൂപത്തിലാണ്, പക്ഷേ അണുക്കള പോലെ കൊച്ചു സാധനങ്ങളായിട്ട്. വലിയ ആളാണെന്ന് വിചാരിച്ച ആളുകളെ, ഞാൻ വലിയ ആളാണെന്ന് തോന്നുന്ന ആളുകൾ, അഹങ്കരിക്കുന്ന ആളുകൾ, എനിക്ക് സുപ്പീരിയോറിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അത്തരം ചിന്തകൾ കിബ്റാൻ, അഹങ്കാരമാണ്, ഒരു സത്യവിശ്വാസിക്ക് പാടില്ലാത്തതാണ്. യഗ്ശാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ആള് മലക്കുകൾ ഇങ്ങനെ അവരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. യുസാഖൂന ഇലാ സിജ്നിൻ ഫീ ജഹന്നം, നരകത്തിന്റെ ഒരു സിജ്നിലേക്ക്, ഒരു ജയിലിലേക്ക് അവരെ കൊണ്ടുവരപ്പെടും. ആ ജയിലിന്റെ പേര് യുഖാലു ലഹു ബൂലിസ്, ബൂലിസ് എന്നാണ് ആ ജയിലിന്റെ പേരെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി, ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ചില പറയും പോലീസ് എന്ന വാക്കൊക്കെ വന്നത് ഈ ഹദീസിന്റെ വചനത്തിൽ നിന്നായിരിക്കും. ജയിലിന് ഹദീസിൽ വന്ന പേരാ, നരകത്തിന് ജയിലിന് ബൂലിസ്, അതിന്റെ പേര് ബൂലിസ് എന്നായിരിക്കും. تعلوهم نار الأنيار يسقون من عصارة أهل النار طينة الخبال, നരകവാസികളുടെ മോശപ്പെട്ട ചീഞ്ചലവും രക്തവും അവർക്ക് കുടിക്കപ്പെടും. തീനാളങ്ങൾ അവരുടെ തലക്കുമേൽ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും. അവര് കൊച്ചു സാധനങ്ങളായിട്ട് നാളെ അല്ലാഹു ഹാജരാക്കും. ആര്? അൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളായ ആളുകൾ. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂലും പരിശുദ്ധ ഖുർആനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്നവർ. അള്ളാഹുവും റസൂലും ഇത് ഇഷ്ടമല്ല, പക്ഷെ എനിക്കത് ഇഷ്ടമാണെന്ന് പറയുന്നവർ. അള്ളാഹു റസൂലും ചെയ്യണമെന്ന് ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നവർ. ഇതിനാണ് അഹങ്കാരം എന്ന് പറയാം. ഇത് തകബ്ബുറാണ്. അള്ളാഹുവിന് മാത്രമാണ് വലഹുൽ കിബ്രിയാ, അള്ളാഹുവിന് മാത്രമാണ് അഹങ്കാരം പാടുള്ളൂ. മറ്റൊരു മനുഷ്യന് അത് അർഹതയില്ല. ലഹുൽ കിബ്രിയാ, അള്ളാഹുവാണ് അൽ മുതകബ്ബിർ, അള്ളാഹുവാണ് അൽ മുതആലി, അള്ളാഹുവാണ് അൽ ഖഹാറും ജബ്ബാറും. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. നമ്മൾ അല്ലാഹ് പറഞ്ഞു ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ എന്ന് പറയേണ്ടവരാണ്. ഇനി ഒരു വിഭാഗം, മൂന്ന് വിഭാഗങ്ങളുടെ വിഷയം കൂടെ പറയുമ്പോൾ അവസാനിപ്പിക്കുകയാണ്. അൽ ഗാൽ, ജനങ്ങളെ വഞ്ചിക്കുന്നവർ, സമ്പത്തിൽ വഞ്ചിക്കുന്നവർ. മാ കാന ലിനബിയ്യിൻ അൻ യഗുല്ല വമൻ യഗുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, ഒരു നബിക്ക് പോലും ഒരു പ്രവാചകന് പോലും വഞ്ചിക്കാൻ പാടില്ലെന്നാണ്. ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ ആ വഞ്ചിച്ച സാധനം കൊണ്ട് നാളെ പരലോകത്തേക്ക് വരും. ഈ ഹദീസ് നിങ്ങൾ കേട്ടിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയാം, ഇത് വലിയ സമ്പത്ത് മോഷ്ടിക്കുന്നവര്, ചെറിയ സമ്പത്ത് മോഷ്ടിക്കുന്നവര് ഒക്കെ ബാധകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് ജീവിതത്തിലൊക്കെ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ 11 മണിയാകുമ്പോഴേക്ക് നിർത്തേണ്ട അവസ്ഥയുണ്ട്.
ഇൻഷാഅല്ലാഹ് ഹദീസ് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ എഴുന്നേറ്റ് നിന്നു. ഈ ദീർഘമായ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. തങ്ങൾ എഴുന്നേറ്റ് നിന്നു. എന്താണ് വഞ്ചന എന്ന് ഞങ്ങളെ പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ അൽഫയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ബഈറുൻ ലഹു റുആ, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ തോളിൽ ഞാൻ ഒട്ടകം കണ്ടുപോകരുത്. യഖൂൽ, ആ മനുഷ്യൻ പറയും, യാ റസൂലല്ലാഹി അഗ്ഥിനി, നബിയേ എന്നെ സഹായിക്കണേ. ഫഅഖൂലു, ഞാൻ എന്ന് പറയും, ലാ അംലികു ലക ശൈഅൻ ഖദ് അബ്ലഗതുക, ഞാൻ ഒന്നും നിന്നെ ഇവിടെ സഹായിക്കില്ല, നിനക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഒട്ടകം മോഷ്ടിച്ച ആളുകൾ ഒട്ടകത്തെ തോളിലേറ്റ് വരും. വലിയ വലിയ സാധനമൊക്കെ മോഷ്ടിച്ചവർ അത് അവരുടെ തോളിൽ കാണും. വലിയ വലിയ വില്ലകളൊക്കെ മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടാക്കുക, ആള് പൈസ കൊടുത്തു പാർക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാ ആ ആള് വില്ലേറ്റൊരു ബന്ധമില്ല, വില്ലെ തലയിൽ വെച്ചോ വരുന്നതാണ് അവർ ലോകത്ത്. യാ റസൂലല്ലാഹി അഗ്ഥിനി, നബിയെ എന്നെ സഹായിക്കണേ. നിനക്ക് ഞാൻ ഇവിടെ സഹായം തരില്ലെന്ന് കാരുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞു മാറും. لا ألفين أحدكم يجيء يوم القيامة على رقبته فرس له حمحمة, കുതിരയുടെ ശബ്ദത്തിനാണ് ഹംഹമ. കുതിരയുടെ കിതപ്പും ശബ്ദവും ഉണ്ടായി ചില കുതിരകളെ തോളിലേറ്റ് വരുന്നവരുണ്ട്. നിങ്ങളെ ഞാൻ കണ്ടുപോകരുത്, എന്റെ ഉമ്മത്തികളെ കണ്ടുപോകരുത്. ഞാൻ ലാ അൽഫയന്ന അഹദകും, എനിക്ക് കാണരുത്, നിങ്ങൾ ആരും അങ്ങനെ വരരുത് നാളെ പരലോകത്ത്. യാ റസൂലല്ലാഹി അഗ്ഥിനി, നബിയേ എനിക്ക് സഹായം തരണമെന്ന് പരലോകത്തവൻ പറയുമ്പോ ഫഅഖൂലു, ഞാൻ പറയും, ലാ അംലികു ലക ശൈഅൻ ഖദ് അബ്ലഗതുക, ഒന്നും തരില്ല, നിന്നെ സഹായിക്കാൻ ഞാൻ ഒരുക്കമല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. പിന്നെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ അൽഫയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി നഫ്സുൻ ലഹാ സുയാഹ്, ശബ്ദമുള്ള ഒരു സാധനവും നിങ്ങളുടെ ദേഹത്തിൽ ഞാൻ കാണരുത്. ശബ്ദമുള്ളത് ചിലപ്പോൾ കോഴിയായിരിക്കും, എന്തെങ്കിലും സാധനം, ഒരു പെറ്റ്, ഒരു പക്ഷി, എന്തെങ്കിലും മോഷ്ടിച്ചത്. ഫയഖൂൽ, യാ റസൂലല്ലാഹി അഗ്ഥിനി, നബിയേ സഹായിക്കണേ എന്ന് പറയും. ഫഅഖൂൽ, ഞാൻ മറുപടി പറയും, ലാ അംലികു ലക ശൈഅൻ ഖദ് അബ്ലഗതുക, ഒരു സഹായവുമില്ല, നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇനി പറയുന്നു, ലാ അൽഫയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി റുഖാഉൻ തഖ്ഫിഖു, നിങ്ങളുടെ ചുമലുകളിൽ ശബ്ദമുണ്ടാക്കുന്ന പേപ്പറുകൾ കാണും. പേപ്പറുകൾ, റുഖാ എന്ന് പറഞ്ഞാൽ റുഖഅ, അന്നൊക്കെ തോലിന്റെ കഷ്ണത്തെ റുഖഅ എന്ന് പറയും, അതിലാണ് എഴുതി വെക്കുക. ചില പേപ്പറുകൾ, A4 പേപ്പറുകൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ പ്രൈവറ്റ് ആവശ്യത്തിന് ഉപയോഗിച്ചത്, നിങ്ങളുടെ കമ്പനിയുടെ സമ്മതമില്ലാതെ ഉപയോഗിച്ചത്, അവിടുത്തെ പ്രിന്ററും അവിടുത്തെ ഇങ്കും അവരുടെ സമ്മതമില്ലാതെ ഉപയോഗിച്ച പേപ്പറുകൾ നാളെ തോളിൽ വരാൻ പോകുന്നുണ്ട്. നോക്കേണ്ട വിധങ്ങൾ, എന്റെ ഉമ്മത്തികളാരും ഇങ്ങനെ വരരുത്, നിങ്ങളുടെ തോളിൽ പേപ്പർ ഉള്ള അവസ്ഥയിൽ വരരുത്. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളോട് അന്ന് പറയും, നബിയെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം, നബിയെ യാ റസൂലല്ലാഹി അഗ്ഥിനി, നബിയെ രക്ഷപ്പെടുത്തി തരണേ. പേനയും പേപ്പറുമോട് വരും. ഫഅഖൂൽ ലാ അംലികു ലക മിനല്ലാഹി ശൈഅൻ ഖദ് അബ്ലഗതുക, എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, എനിക്കിവിടെ ഒന്നും നിന്നെ സഹായിക്കാൻ പറ്റില്ല. പിന്നെ തങ്ങൾ പറഞ്ഞു, ലാ അൽഫയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി സ്വാമിതുൻ, നിങ്ങളുടെ ചുമലുകളിൽ ശബ്ദമുണ്ടാക്കാത്ത സാധനങ്ങൾ ഉണ്ടായിരിക്കുകയും നാളെ പരലോകത്ത് ഞാൻ കണ്ടുപോകരുത്. പറയാണ്, കറൻസികൾ, നോട്ടുകൾ, പൈസ മനുഷ്യൻ മോഷ്ടിച്ചത് അതിൽ ശബ്ദമല്ല, പക്ഷെ തന്റെ തോളിൽ കാണും. യാ റസൂലല്ലാഹി അഗ്ഥിനി എന്ന് ചോദിക്കുമ്പോൾ, ലാ അംലികു ലക മിനല്ലാഹി ശൈഅൻ ഖദ് അബ്ലഗതുക, ഞാൻ അതൊക്കെ നിനക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ഞാനെന്ന് മറുപടി പറയും, ഒന്നും നിന്നെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന്. അതുകൊണ്ട് മുഅ്മിനെ, നാളെ പരലോകത്ത് വഞ്ചന ചെയ്ത മുഴുവൻ ആളുകളും വഞ്ചിച്ച സാധനങ്ങളുമായിട്ട് വരിക. വലിയ പറമ്പൊക്കെ മോഷ്ടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഷിബ്റൻ, ഒരു ചെറിയ ചാണ് നിങ്ങളുടേതല്ലാതെ നിങ്ങൾ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടോ അല്ലാതെയോ അയൽവാസിയുടെ എടുത്തു കഴിഞ്ഞാൽ ഭൂമിയുടെ 7 ലെയറുകളുണ്ട്. ഭൂമിയുടെ ക്രസ്റ്റ് വരെ, ഭൂമിയുടെ ഉള്ളു വരെ പോകുന്ന 7 തട്ടുകൾ, 7 ലെവലുകൾ. ആ 7 ലെവലുകളിൽ നിന്നും മാലയായി കഴുത്തിലയാൾക്ക് ചാർത്തപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിലൊക്കെ പ്രത്യേക ശക്തിക്ക് യുദ്ധം വരെ നാട്ടിൽ നടക്കുന്നത് ഒരു 1/5 ഭൂമിക്ക്. ആ 1/5 ഭൂമി ഇരിക്കാനോ കാല് വെക്കാനോ പോലും സ്ഥലമല്ല.
നമ്മൾ മതിൽ കെട്ടാണോ? ഒരു ആരെങ്കിലും വിട്ടുപോയിക്കോട്ടെ, നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മൾ ആരുടേതും എന്ത് ചെയ്യരുത്, നമ്മളിലേക്ക് ചേർക്കരുത്. നമുക്കത് വേണ്ട. നമ്മുടേതങ്ങ് പോയാലും ശരി, മറ്റൊരാളുടെ ഹക്കിലേക്ക് വരരുത്. എനിക്ക് അർഹതയില്ലാത്ത എനിക്ക് വരരുത്, എന്റേത് കുറച്ച് പോയാലും തിരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം മുഅ്മിനീങ്ങളെ. നമ്മൾ പിടിവാശിക്കാരാവരുത്. നമ്മൾ അതിന്റെ പേര് കുടുംബം തെറ്റരുത്. അരസെന്റ് ഭൂമിക്ക് വേണ്ടി ഉമ്മ വാപ്പയും മക്കളും ജ്യേഷ്ഠന്മാരും എളാപ്പ മുത്താപ്പയുടെ മക്കളും തെറ്റിക്കഴിയുന്നവർ. എന്താണ് ഇതിന്റെ അർത്ഥം? അത് ആരാണോ അനർഹമായിട്ട് എടുക്കുന്നത്, ഒരു ചാണ ഭൂമി എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് 7 ഭൂമിയിൽ നിന്നും അല്ലാഹു അവന് കൊടുത്ത് ഏറ്റിയാൽ പൊങ്ങാത്ത അവസ്ഥയിലേക്ക് നാളെ കഴുത്തിലേക്ക് ഖിയാമത്തിൽ ചാർത്തപ്പെടും. ഒരുപാട് മണ്ണിന്റെ മാലയുമായി വരുന്ന ആളുകൾ പരലോകത്ത് അവരെ കണ്ടാൽ അറിയണേ, ഇവര് ഭൂമി മോഷ്ടിച്ച ആളുകളാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവസാനമായി പറയാൻ സമയം അവസാനിക്കാറായി. സ്വാഹിബുദ്ദൈൻ, കടബാധ്യതയുള്ള ആളുകൾ. കടബാധ്യതയിലെ വിഷയം എന്താ വെച്ചാല്, കടം വീട്ടാൻ ഉദ്ദേശമില്ലാത്ത ആളുകൾക്കാണ് ഈ ശിക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ തങ്ങൾ ചോദിച്ചല്ലോ, ഇയാൾക്ക് എന്തെങ്കിലും കടബാധ്യതയുണ്ടോ? പറഞ്ഞുണ്ട് നബിയെ, കടബാധ്യത ഉണ്ടായിരിക്കെ എന്റെ നിസ്കാരം അയാൾക്ക് ഉപകാരപ്പെടില്ല, ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ ഇയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുകയോ ആരെങ്കിലും ഇയാളുടെ കടം വീട്ടാൻ മുന്നോട്ട് വരികയോ വേണം. ഒരു സഹാബി മുന്നോട്ട് വന്നു, പിന്നെയാണ് ജനാസ പോലും നിസ്കരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടത്തെ സംബന്ധിച്ച് പേടിക്കണം. കടബാധ്യത വലിയ ഒരു രാത്രിയുടെ ടെൻഷനാണ്, പകലിൽ അത് മാനക്കേടാണ്. കടന്നു പറഞ്ഞാൽ അങ്ങനെ പറയാം. ഹമ്മും ബില്ലൈൽ, രാത്രി കടന്നുറങ്ങുമ്പോൾ ടെൻഷനാണ്. വദുല്ലും ബിന്നഹാർ, രാവിലെ പകലിൽ അത് നാണക്കേടുമാണ്. അത് മനുഷ്യർക്കും ബാങ്കുകൾക്കും സ്ഥാപനങ്ങൾക്കും ഫൈനാൻസ് സ്ഥാപനങ്ങൾക്കും എല്ലാം ഒരുപോലെയാണ്. നമ്മുടെ ഇടപാടുകൾ വീട്ടിയേ പറ്റൂ. ബിൽഡിംഗ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല, അതൊക്കെ മനുഷ്യന്മാർ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. കടം വാങ്ങുന്നത് തിരിച്ചു കൊടുത്തേ പറ്റൂ. അയ്യുമാ റജുലിൻ, മഹർ കൊടുക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അതിനെ സംബന്ധിച്ച ഹദീസ് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുമാ റജുലിൻ തസവ്വജ ഇംറഅതൻ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, മാ ഖല്ല മിനൽ മഹ്രി ഔ കസർ, മഹർ കുറച്ചോ കൂടുതലോ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അവൻ കുറച്ച് മഹർ തരാനോ കൂടുതൽ തരാനോ എന്തോ പറഞ്ഞു. പക്ഷേ ലൈസ ഫീ നഫ്സിഹി അൻ യുഅദ്ദിയ ഇലൈഹാ ഹഖ്ഖഹാ ഖദഅഹാ, അവന്റെ മനസ്സിൽ അത് കൊടുക്കാൻ ഉദ്ദേശമില്ല, വെറുതെ പറഞ്ഞു പറ്റിച്ചതാണ്. അങ്ങനെ അവൻ വഞ്ചിച്ചു മരിച്ചു പോയാൽ, അവരുടെ ഹഖ് അവർക്ക് വിട്ടാതെ മരിച്ചു പോയാൽ, ലഖിയല്ലാഹു യൗമൽ ഖിയാമത്തി വഹുവ സാനിൻ, വ്യഭിചാരിയെ പോലെയാണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവൻ ഹാജരാക്കപ്പെടുന്നത്. وأيما رجل استدان دينا لا يريد أن يؤدي إلى صاحبه حقه, ഒരാൾ കടം വാങ്ങിക്കുകയും ആ കടം തിരിച്ചടക്കാൻ ഉദ്ദേശമില്ലാത്ത അവസ്ഥയിൽ അവൻ കടം വാങ്ങിച്ചു. കടം വാങ്ങിച്ചു തരട്ടെ, 2 മാസം കൊണ്ട് തരാം. എന്ത് 2 മാസം? 2 മാസം കഴിഞ്ഞ് വിളിച്ച 2 പ്രാവശ്യം ഫോൺ എടുത്തു, പിന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു, പിന്നെ അവൻ നമ്പർ എന്നെ മാറ്റിക്കളഞ്ഞു, പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വകുപ്പില്ല. സുബ്ഹാനല്ലാഹ്, കടം വാങ്ങി മുങ്ങിപ്പോയി. ഇങ്ങനെ മുങ്ങുന്ന ആളുകളൊക്കെ നാളെ പരലോകത്തിൽ പൊങ്ങി വരുന്ന അവസ്ഥ എങ്ങനെയാണെന്നറിയോ? ഇല്ലാ ലഖിയല്ലാഹ യൗമഇദിൻ യൗമൽ ഖിയാമ വലം യുഅദ്ദി ഇലൈഹി ദൈനഹു ലഖിയല്ലാഹ വഹുവ സാലിഖുൻ. മോഷണം ചെയ്ത മനുഷ്യന്, മോഷ്ടാവിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണോ, ഒരു മോഷ്ടാവായിട്ടാണ് നാളെ പരലോകത്ത് അല്ലാഹു അവരെ ഹാജരാക്കുന്നത്. എങ്ങനെ? കടം വാങ്ങിയിട്ട് മുങ്ങുന്നത് മോഷണമാണ്. അയാളുടെ സമ്പത്ത് മോഷ്ടിക്കല്ലേ എന്നർത്ഥം. ഒരു സ്ഥാപനത്തിന്റെ ഇത് മോഷ്ടിക്കുമ്പോൾ ചില ബാങ്കുകളെ പറ്റിയൊക്കെ പല ആൾക്കാർ ഓരത്തെ സമ്പത്ത് നമുക്ക് ജായിസ, ഓരത്തൊക്കെ ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, നാട്ടിലേക്ക് ഒരൊറ്റ മുങ്ങല്, പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. മുസ്ലിമീങ്ങളായ ആളുകൾ ഇടപാടുകൾ മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഒരുപോലെയാണ്. ഒരിക്കലും നമുക്ക് വഞ്ചന ചെയ്യാൻ പാടില്ല. നമുക്ക് നിയ്യത്ത് വേണം, അല്ലാഹ് എനിക്ക് കഴിവ് തന്നാൽ ഞാൻ വീട്ടും പടച്ചോനെ, അത് വീട്ടാനുള്ള ഉദ്ദേശം വേണം. കടം വീടാനാണ് പ്രയോറിറ്റി. നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സംഖ്യയും നമ്മൾ കടം വീട്ടുന്നതിലേക്ക് മാറ്റിവെക്കണം. അങ്ങനെ കടം വീട്ടാൻ നമ്മൾ തുനിഞ്ഞു, പക്ഷേ കടം വീടിന് മുമ്പ് മരിച്ചുപോയി, അതിന് കുറ്റമല്ല. ആദ്യ ഉദ്ദേശമല്ല, ആദ്യമേ കടം വീട്ടാൻ ഉദ്ദേശമില്ല. അങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്തേക്ക് വരുന്നത് മോഷണം ചെയ്ത മോഷ്ടാവിനെ പോലെയാണ്. മഹർ കൊടുക്കാത്ത ആളുകൾ അവര് വരുന്നത് സാനിയൻ, വ്യഭിചാരിയായിട്ടാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്വാഹിബുൽ ഗിനാ, അവസാനിപ്പിക്കുക. എങ്ങനെയാണോ നമ്മൾ മരിക്കുന്നത് അങ്ങനെയാ വരാൻ പോകുന്നത്.
ഇതൊക്കെ നാളെ പരലോകത്ത് യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, അവരുടെ അടയാളങ്ങൾ മുഖത്ത് കണ്ട് ജനങ്ങൾക്ക് പോലും മനസ്സിലാകും എന്തൊക്കെ തിന്മയാണ് ഇവരൊക്കെ ചെയ്തതെന്ന്. ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹ, അമലുകൾ അതിന്റെ അവസാനം എങ്ങനെയാണോ അങ്ങനെയാണ് അല്ലാഹു നോക്കുന്നത്. അവസാനം എങ്ങനെയാണ്, നമ്മൾ മരിച്ചു പോകുന്ന നേരത്തെ എന്താ ചെയ്തത്, ഈ കർമ്മങ്ങൾ അനുസരിച്ചാണ് നാളെ യുബഅസൂന അലൽ മറാത്തിബ്, നമ്മൾ എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലാണ് നമ്മുടെ പുനർജന്മം നൽകപ്പെടുന്നത്. സാഹിബുൽ ഗിനാഇ വൽ മിസ്മാർ യഖ്റുജു മുതഅല്ലിഖൻ ബിഹി യുഗന്നി വയസ്മിറു വയർഖുസ്, പാട്ടും ഡാൻസും കേട്ട് നടക്കുന്ന ആളുകൾ, കണ്ടു നടക്കുന്ന ആളുകൾ നാളെ പരലോകത്തേക്ക് വരുന്നത് ആ അവസ്ഥയിലാണ്. ചാടിക്കളിച്ചിട്ട് വരുന്ന, അവരുടെ കൈകളിൽ കൈകൊട്ടി പാട്ട് പാടിയിട്ട് അവർ കടന്നു വരുന്ന നാളെ പരലോകത്ത്. അത് പാടേണ്ട സ്ഥലമല്ല, അത് വാദ്യമേളയുടെ സ്ഥലങ്ങളല്ല. പക്ഷേ വരുന്ന ആളുകൾ സ്വാഹിബുൽ ഗിനാ, ദുനിയാവിൽ മുഴുവൻ സമയം ചെവിയിലേക്ക് പ്ലഗ് ചെയ്തിട്ട് കേട്ട് നടക്കുന്ന പാട്ടാണ്, മ്യൂസിക്കാണ്. അത്തരം ആളുകൾ അത്തരം വാദ്യമേളകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പരലോകത്തേക്ക് നടന്നു വരുന്നത്. സ്വാഹിബുൽ ലഅബിൽ മശ്റൂഫ് ബി യഖ്റുജു മിൻ ഖബ്രിഹി യൽഹു വയൽഅബ്, കളിക്കാർ കളിച്ചുകൊണ്ടും കളിയുടെ സാധനങ്ങളുമായിട്ട് പരലോകത്തേക്ക് ക്രിക്കറ്റും ബോളൊക്കെ ആയിട്ട് കടന്നു വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. മുഴുവൻ സമയം കളിയായിരുന്ന ജോലി, നിസ്കാരം അതിന്റെ തടസ്സമായിരുന്നു. നിസ്കാരം ഓർത്തിട്ടില്ല, അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല, കളിയോട് കളി. ഇത്തരക്കാരായ ആളുകൾ കളി സാമഗ്രികൾ തോളിൽ വെച്ചുകൊണ്ട് പരലോകത്തേക്ക് കടന്നു വരാൻ വേണ്ടി പോവാണ്. നമ്മൾ എങ്ങനെ മരിക്കുന്നുവോ അങ്ങനെയാണ് പുനർജന്മം. അല്ലാഹുവിനോട് ചോദിക്കുക, മരിക്കുന്ന നേരത്ത് നല്ല അവസ്ഥയിലാക്കി തരാൻ അല്ലാഹുവിനോട് ചോദിക്കുക, റബ്ബിനോട് ചോദിക്കണം. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചവനെ, സന്മാർഗം എന്താണ്, സത്യം എന്താണ്, ഹക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് റബ്ബേ. പക്ഷേ ഹൃദയത്തിലേക്ക് അല്ലാഹുവേ ആ നന്മകളൊക്കെ മറന്നു പോകുന്ന അവസ്ഥയിൽ ഖൽബിനെ നീ മാറ്റി മറിക്കല്ലേ റബ്ബേ. ഇത് ചോദിക്കണം. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഇന്നിവിടെ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ വരുന്നത്, ഏതൊക്കെ കോലത്തിലാണ് വരുന്നത്, എന്ത് തിന്മയാണ് അവർ ചെയ്തത്, ഇതൊക്കെ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള വരവായിരിക്കും പരലോകത്തേക്കുള്ള വരവ്. ആ വരവ് കഴിഞ്ഞ് ഇനി എങ്ങനെയാണ് ഹിസാബ് തുടങ്ങുന്നത്, റബ്ബിന്റെ വിചാരണ എന്താ. അല്ലാഹുവിന്റെ മലക്കുകൾ അണിനിരക്കുകയും അല്ലാഹുവിന്റെ അർശ് ആഗതമാവുകയും പരിശുദ്ധവാനായ ലോകരക്ഷിതാവായ അല്ലാഹു ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണെന്ന് വിളംബരം ചെയ്യുകയും ചെയ്ത് വിചാരണ തുടങ്ങാൻ പോകുന്ന അഹ്വാലു യൗമുൽ ഖിയാമ, അന്ത്യനാളിന്റെ ഭീകരമായ അവസ്ഥകൾ ഒരുപാട് ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഇത് കണ്ടെത്താൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. കണ്ണു ചിമ്മിയാൽ മരണം സംഭവിച്ചാൽ ആരംഭിക്കുന്ന ഒരു ലോകമാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഭാര്യ സന്തതികൾ, നമ്മുടെ കുടുംബക്കാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു നമ്മുടെ മരണവും നമ്മുടെ പരലോകവും ഖബർ ജീവിതവും എല്ലാം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരട്ടെ. വളരെ പുഞ്ചിരിച്ച് പ്രകാശവുമായി മുൻപിലൂടെയും പിന്നിലൂടെയും സൈഡിലും വലതുവശത്തും ഇടതുവശത്തും പ്രകാശവുമായി കടന്നു വരാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. നമ്മുടെ ഹക്കടപാടുകൾ ഇത് വീട്ടാനുള്ള അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. തിന്മകളിൽ നിന്ന് പരമാവധി എല്ലാ അവസ്ഥയിലും വിട്ടുനിന്ന് നന്മയിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാടി അവസാനിപ്പിക്കുകയാണ്, സമയമായി.